بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار ما شاء الله كان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ യാത്രയാവുകയാണ്. ഈ വേളയിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട സമ്പത്തെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മളുടെ ധനം, നമ്മളുടെ ആരോഗ്യം, ഇതൊക്കെയാണ് വിലപ്പെട്ട സമ്പത്തായി ഞാനും നിങ്ങളും വിലയിരുത്തുക. സത്യത്തിൽ ഇതൊന്നും നമ്മുടെ വിലപ്പെട്ട സമ്പത്തുകളല്ല. ഇതൊക്കെ നമ്മുടെ താൽക്കാലികമായ അവകാശങ്ങൾ മാത്രമാണ്. നമ്മുടെ സമ്പത്ത് നമുക്ക് താൽക്കാലികമാണ്, നമ്മുടെ വീട് നമുക്ക് താൽക്കാലികമാണ്, നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് താൽക്കാലികമായി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ മരണം വരെ. അതാണ് താൽക്കാലികം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം താൽക്കാലികമായ ഒരു കാര്യമല്ല നമ്മുടെ വിലപ്പെട്ട സമ്പത്ത്. വിലപ്പെട്ട സമ്പത്ത് വേറെ തന്നെയാണ്. അത് ഈ സമ്പത്തൊക്കെ, നാം ഇപ്പോൾ പറഞ്ഞ സമ്പത്തുകളൊക്കെ ഖുർആൻ പറഞ്ഞത് മതാഉൽ ഗുറൂർ എന്നാണ്, വഞ്ചിക്കപ്പെടുന്ന ചരക്ക് എന്നാണ്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة. സ്വർണം, വെള്ളി, ഭാര്യ, മക്കൾ, നമ്മുടെ വാഹനങ്ങൾ, ഇതൊക്കെയും ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, എല്ലാം അള്ളാഹുവിൻ്റെ ഭൗതിക ലോകത്തുള്ള നമ്മുടെ സമ്പത്തുകളാണ്. ഇതൊക്കെയും നമ്മുടെ വഞ്ചിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ഇന്ന് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് നാളെ ഇല്ലാത്തവൻ്റെ കയ്യിൽ എത്തിച്ചേരും. ഇന്ന് ഇല്ലാത്തവൻ്റെ കയ്യിൽ ഉള്ളവൻ നാളെ ഇല്ലാത്തവനാകുന്നു, ഇന്ന് ഇല്ലാത്തവൻ നാളെ ഉള്ളവനായി മാറുന്നു. അങ്ങനെ പണം ലില്ലുൻ സാഇൽ എന്നാണ്, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തണലാണ് ധനം, പക്ഷെ അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആരോഗ്യം, നല്ല കിടുകിടുത്ത ബാല്യമുള്ള ആരോഗ്യമുണ്ട്. പാറ കാണുമ്പോഴേക്കും കാല് വെട്ടാൻ തുടങ്ങും, അങ്ങനത്തെ ഒരു കാലുണ്ട്. പാറമേൽക്ക് വീണാലും പാറ പൊട്ടിപ്പോണ ഒരു കാലുണ്ട്. കരാട്ട പഠിച്ചുകൊണ്ടൊന്നല്ല. പക്ഷേ ആ നിലക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ താൽക്കാലികമായ അനുഗ്രഹങ്ങളായി പടച്ച തമ്പുരാൻ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി തന്നതാണ്. പക്ഷെ നമുക്ക് ഇതിലൊക്കെ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്തുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ സമ്പത്ത് തൗഹീദാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിയാതെ മരിച്ചു പോയാൽ അവൻ നിർഭാഗ്യവനാണ്. അവൻ്റെ വിലപ്പെട്ട സമ്പത്ത് നഷ്ടപ്പെടുത്തിയവനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമായി നമുക്ക് അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, പടച്ച തമ്പുരാനോട് മാത്രം അടുക്കേണ്ടുന്ന ഒരാവശ്യത്തിന് വേണ്ടി നമുക്ക്
ഒരുപാട് കഴിവുകൾ തന്നു ആദ്യം, എന്നിട്ടൊരുപാട് ദൗർബല്യങ്ങളും തന്നു. ഇത് രണ്ടും കൂടി അള്ളാഹു നമുക്ക് നൽകിയത് റബ്ബുമായി നിങ്ങൾ ബന്ധപ്പെടാൻ വേണ്ടിയാണ്. വെറും കഴിവുകൾ മാത്രം തന്നിരുന്നെങ്കിൽ നാം അള്ളാഹുമായി അടുക്കുമായിരുന്നില്ല. കാരണം നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുകയാണ് ലോകത്തെ തന്നെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ മാത്രമുള്ള കഴിവ് പടച്ചതമ്പുരാൻ മനുഷ്യൻ നൽകിയിട്ടുണ്ട്, അല്ലേ? അതിനുള്ള ബുദ്ധിയും അതിനുള്ള ആകാരവും. നമുക്കറിയാം, ഈറ്റപ്പുലികളെപ്പോലും മനുഷ്യൻ തൻ്റെ വരുതിക്ക് നിർത്തും, അല്ലേ? ഒരു ഈറ്റപ്പുലി ചീറിപ്പാഞ്ഞു വരുന്ന ഈറ്റപ്പുലിയെപ്പോലും ശബ്ദത്തിന്റെ ഗാംഭീര്യത്താൽ ഈറ്റപ്പുലി പോലും നിന്നുപോകും. അത്ര ആകാരവടിവുള്ള സാധനമായി മനുഷ്യൻ. മനുഷ്യൻ വല്ലാത്ത ആകാരവടിവ്. അവന്റെ കണ്ണിന്റെ മൂർച്ച ഈ ലോകത്ത് വേറെ ആർക്കും ഇല്ല, മറ്റൊരു സൃഷ്ടിക്കുമില്ല. ഏത് ജീവിയെയും ഏത് കൊമ്പനാനയെയും തളക്കും, അല്ലേ? അങ്ങനല്ലേ മനുഷ്യൻ ആനൊക്കെ ഇങ്ങനെ രണ്ട് കാൽമേൽ ഇറക്കി കൊണ്ടെടുക്കണ്ടല്ലേ, അല്ലേ? മനുഷ്യന്റെ കഴിവാണത്. ഈ ലോകം മുഴുവൻ അവന്റെ കയ്യിലാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് ലോകം കൈവെള്ളയിൽ ഒതുക്കിയവനാണ് ഇന്ന് മനുഷ്യൻ, അല്ലേ? പക്ഷേ മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ നിസ്സഹായനാണ്, മനുഷ്യൻ അശക്തനാണ്. ഖുർആൻ പറയുന്നു, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ദൗർബല്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. അനവധി ദൗർബല്യങ്ങളുള്ളവരാണ് നമ്മൾ, അല്ലേ? നമുക്ക് നമ്മളുടെ ശക്തിയാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ദൗർബല്യം ഒന്ന് കേട്ടു നോക്കാം, അല്ലേ? ഈ ഗോളങ്ങളുടെ കറക്കം ഒന്ന് തെറ്റിയാൽ എന്ത് ചെയ്യും? ദൗർബല്യം തുടങ്ങുകയാണ്. ഈ ഗോളങ്ങൾ ഇപ്പൊ കറങ്ങുന്നുണ്ട്, അല്ലേ? കുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും കറങ്ങുന്നുണ്ട്. ഈ കറക്കം ഒന്ന് തെറ്റിയാൽ എന്ത് ചെയ്യും? എന്തുണ്ടാവും? ഒരു ജീവജാലവും ഭൂമിയിൽ നിലനിൽപ്പില്ല, പിന്നെ നിലനിൽക്കൂല. ഭൂമിന്റെ കറക്കം തെറ്റിയാലേ അപ്പൊ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. പോട്ടെ, ഭൂമി ഇപ്പം 23 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്, അല്ലേ? 23 ഡിഗ്രി ചെരിഞ്ഞത് ആ ചെരിവ് കൂടുകയോ ആ ചെരിവ് കുറയുകയോ ചെയ്താൽ എന്തുണ്ടാവും? ഇവിടെ ഋതുഭേദങ്ങൾ ഉണ്ടാവില്ല. ചൂട്, തണുപ്പ്, നമ്മൾ പറയില്ലേ, ഹേമന്തകാലം, ഗ്രീഷ്മകാലം, ശൈത്യകാലം, വസന്തകാലം, ഇതൊന്നും ഉണ്ടാവില്ല. അതുണ്ടാവാൻ വേണ്ടിയാണ് പടച്ചതമ്പുരാൻ ഭൂമിയെ ഇനി 23 ഡിഗ്രിയിൽ നിന്നും തെറ്റിയാൽ അത് 23ലേക്ക് ആക്കാൻ നമ്മൾ കൊണ്ടുപോയോ? ഇല്ല. 23 ഡിഗ്രിയിൽ കൂടിപ്പോയാൽ അത് നേരാക്കി കൊണ്ടുവരാൻ കഴിയോ? ഇതിനും കഴിയില്ല. മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അന്തരീക്ഷത്തിലെ ഓസോൺ പാളികൾ പടച്ചതമ്പുരാനോട് നീക്കിയാൽ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ആർക്കും ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയില്ല. അതിനുള്ള കഴിവൊന്നും അള്ളാഹു മനുഷ്യന് കൊടുത്തില്ല. മനുഷ്യർക്ക് ആകപ്പോൾ ഒരു മൊബൈൽ കൈ പിടിച്ച് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞ് പ്രാന്തന്റെ മായ റോട്ട് കൂടെ നടക്കണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കും ഇതന്നെ വലിയൊരു കഴിവാണെന്ന്. ഒരു കഴിവും മനുഷ്യന്റെ കയ്യിലില്ല, കേട്ടോ. ഉണ്ടോ? പോട്ടെ, മനുഷ്യ മസ്തിഷ്കത്തിലുള്ള രക്തപ്രവാഹം അതൊന്ന് അല്പമൊന്ന് തടസ്സപ്പെട്ടാൽ തീർന്നില്ലേ? നമ്മുടെ മസ്തിഷ്കത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തപ്രവാഹം അപ്പം നമ്മൾ എന്താ പറയും? കൊളസ്ട്രോൾ ആണ്. അപ്പം നമ്മൾ എന്ത് പറയും? ബൈപ്പാസ് സർജറിയാണ്, താക്കോൽ ദ്വാരമാണ്, പല ദ്വാരമായിട്ട് നടക്കുക. മനുഷ്യന്റെ കഥ കഴിഞ്ഞില്ലേ? കത്തി ശരീരത്തിന്റെ മുകളിൽ വെച്ചാൽ കഴിഞ്ഞില്ല കഥ. അപ്പൊ മനുഷ്യ മസ്തിഷ്കത്തിൽ എവിടെയെങ്കിലും ഒരു രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ, പോട്ടെ, ആന്തരിക അവയവങ്ങളുടെ സംവിധാനത്തിൽ ഒരു തകരാറുണ്ടായാൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ആന്തരിക അവയവങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞല്ലോ പടച്ചോൻ വെച്ചെന്ന്, ഇതിന് എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാൽ എന്തുണ്ടാവും? ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ ഒരുപാട് ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ തൻ്റെ കൈവെള്ളയിൽ ഭൂലോകത്തെ ഒതുക്കി അമ്മാനമാടുകയാണെന്ന് അവന്റെ ധാരണ. ശാസ്ത്രം അത്രമാത്രം പുരോഗമിച്ചു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ശാസ്ത്രം വളരെ പരിമിതമായ പുരോഗതിയെ ഉണ്ടാക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ളൂ. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വളരെ തുച്ഛമായ അറിവാണ് മനുഷ്യൻ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ വളരെ നിസ്സഹായനായ മനുഷ്യനാണ്, വളരെ അശക്തനായ മനുഷ്യനാണ്, മറ്റ് ജീവജാലങ്ങളെക്കാളും അശക്തനാണ്. പോട്ടെ, ഒരു പല്ലുവേന വന്നാൽ നിങ്ങൾ അശക്തരല്ലേ? ഒരു തലവേദന വന്നാൽ നിങ്ങൾ അശക്തരല്ലേ? ഒരു വയറുവേദന വന്നാൽ നിങ്ങൾ അശക്തരല്ലേ? ആ സമയത്ത് ഒരാൾ നിങ്ങൾക്ക് ഇങ്ങനെ പല്ലുവേദനായി നിൽക്കുന്ന സമയത്ത് ഒരാൾ എനിക്ക് ജിലേബി വേണോ വെച്ചാൽ ഓന് ജിലേബികൾ കൊടുത്തിരിക്കും. കാരണം പല്ലുവേദന ഇല്ലാത്ത സമയത്താണെങ്കിലോ, പല്ലുവേദന ഉള്ള സമയത്ത് ഒരു ജിലേബി കിട്ടിയാൽ ആ ജിലേബി ചിലവർ വാങ്ങി കയ്യിൽ വെക്കും. അതിനറിയോ? കഴിഞ്ഞാൽ തിന്നാലോ. അങ്ങനെ ഇത് കഴിഞ്ഞ ഉടനെ കടിച്ചു. ഇതിൻ്റെ അതിനോടുള്ള താല്പര്യം കൊണ്ടേ കടിച്ച ഉടനെ ഏത് പല്ലിൻ്റെ അകത്താണോ പോടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് കടിച്ചു വന്നു. അപ്പം വീണ്ടും വന്നു.
അതിനേക്കാൾ ആദ്യമുള്ളതിനേക്കാൾ നിസ്സഹായനായി. പിന്നുള്ളവർ അവർ പല്ലുവേദന്റെ മുമ്പിൽ ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങളൊന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ നടത്തുന്ന പ്രാർത്ഥന, ഇവിടെ നടത്തുന്ന ശരണം വിളി, ഇവിടെ നടത്തുന്ന നമ്മളുടെ കൈകൾ നീളുന്നത് എവിടത്തേക്കാണ്? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാനിലേക്ക് നമ്മുടെ കൈകൾ നീളുന്നു ഈ സന്ദർഭത്തിൽ. അതിനെയാണ് നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്. അതാണ് ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ട്. കേട്ടോ, നമ്മളുടെ ഈ ശരണം വിളി നഷ്ടപ്പെട്ടു. പടച്ചവനോടുള്ള നമ്മൾ പടപ്പുകളോടാണ് എടുക്കുന്നത്. പടച്ച തമ്പുരാൻ ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ പടച്ചവനല്ലാത്ത എല്ലാം ഏത് സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ നിങ്ങളെപ്പോലെയുള്ള സൃഷ്ടികൾ മാത്രമാണ്. ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ദാസന്മാരോടാണ്. അതുകൊണ്ട് ലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങളെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞില്ലേ, ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ചു, നിന്നെ ശരിപ്പെടുത്തി, നിന്റെ സന്തുലിതാവസ്ഥ കൃത്യമാക്കി. ഒരു പ്രഷർ പോലും മനുഷ്യ ശരീരത്തിൽ കുറഞ്ഞാലോ കുറയുകയോ കൂടുകയോ ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. മനുഷ്യന്റെ ദൗർബല്യം അപ്പോഴാണ് ബോധ്യപ്പെടുക, അല്ലേ? ഈ സമയത്താണ് നമ്മൾ പടച്ച തമ്പുരാനുമായി അടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ പടച്ചവനുമായി അടുക്കേണ്ടത് നമ്മളുടെ നല്ല യൗവന കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ്റെ റബ്ബിനോട് അടുക്കുന്നതാണ് ഏറ്റവും. ഈ തെറ്റുണ്ടല്ലോ, അള്ളാഹു അല്ലാത്ത വേറൊരാളിലേക്ക് നിങ്ങൾ ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന റബ്ബിനെ വിട്ട് നിങ്ങൾ വേറെ ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ആ പങ്കു ചേർക്കലിന് അള്ളാഹു പൊറുക്കുകയില്ല. അറിയണം. ഇത് നിങ്ങൾ പങ്കു ചേർത്താൽ പടച്ച തമ്പുരാൻ നിങ്ങളുടെ മരണസമയം തന്നെ അള്ളാഹു അവന്റെ നിങ്ങൾ എത്തിപ്പെടേണ്ട നരകം ഏതാണെന്ന് കാണിച്ചു തന്നിട്ടേ കൊണ്ടുപോകുള്ളൂ. സാധാരണ എല്ലാ മനുഷ്യരും മരിക്കുമ്പോൾ ഇതാ മാത്തൽ ഇൻസാനു അലൈഹി മഖ്ദുഹു, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ഇരിപ്പിടം എവിടെയാണെന്ന് പടച്ച തമ്പുരാൻ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും. പക്ഷേ ശാശ്വതമല്ല, ശാശ്വതമായി നരകത്തിൽ പോകുന്നവനാണ് ഈ പ്രപഞ്ചനാഥനെ വിട്ട്, തൗഹീദ് വിട്ട്, അള്ളാഹിനെ വിട്ട് പടപ്പുകളിലേക്ക്, മഹത്തുക്കളിലേക്ക്, മഹാന്മാകളിലേക്ക്, ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്, പുണ്യ തീർത്ഥയാത്ര നടത്തുന്നവർ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും തൻ്റെ മാറോട് ചേർത്ത് വെക്കേണ്ട സമ്പത്താകുന്ന തൗഹീദിനെയാണ് അവൻ പിച്ചി ചീന്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വിലപ്പെട്ട ഘട്ടം തൗഹീദാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? രണ്ട് കാരണമാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ ഇദാ ദുകിറല്ലാഹു വഹദ, പടച്ച തമ്പുരാനെ മാത്രം ഓർമ്മപ്പെടുത്തിയാൽ, അള്ളാഹുവിനെ മാത്രം മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, കാണാൻ, കേൾക്കാൻ, സഹായിക്കാൻ, നിങ്ങൾക്ക് ഏത് ദൗർബല്യങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ പടച്ചവൻ മാത്രം മതി എന്നതാണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശം. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും ബലപ്പെട്ട സന്ദേശം. അതാണ് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ 1/3 ഭാഗം ഈ വിഷയം പഠിപ്പിക്കാനാണ് അള്ളാഹു ഉപയോഗിച്ചതെന്ന് കാണാൻ കഴിയും. 114 അധ്യായങ്ങളിൽ 91 അധ്യായവും പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് വിശ്വാസ സംശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. 23 അധ്യായങ്ങളിൽ മാത്രമേ നോമ്പും സക്കാത്തും ഹജ്ജും നമസ്കാരവും ഒക്കെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ ഒരു ഗ്രന്ഥവും അള്ളാഹു നമുക്ക് നൽകി. ആ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടു. അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസ്സുന്ന, വിശുദ്ധ ഖുർആനും തിരു സുന്നത്തും അനുസരിച്ച് പടച്ചോനെ നീ എന്നെ ജീവിപ്പിക്കണേ. വ അമിത്നി മഅൽ ഈമാനി വത്തൗബ, ഈമാനോടുകൂടിയും തെറ്റുവന്നാൽ തൗബ ചെയ്യുന്ന മനസ്താപമുള്ള മനസ്ഥിതിയോടുകൂടിയും അള്ളാഹുവെ നീ എന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണമെന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഏകനായ റബ്ബുമായി ബന്ധം വിട്ടാൽ 2 നഷ്ടം. ഒന്ന്, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടൂല. ഇത് നിങ്ങൾ എവിടുന്നാണോ പ്രാർത്ഥിച്ചിരുന്നത്, ആരോടാണോ പ്രാർത്ഥിച്ചത്, അവരാണ് പിന്നെ നിങ്ങൾക്ക് ഈമാൻ നൽകേണ്ടത്, അള്ളാഹു അല്ല. ഈമാൻ നൽകാനുള്ള ബാധ്യത അള്ളാഹുവിനും മറ്റു കാര്യങ്ങൾക്ക് പടപ്പുകളുമാവുമോ? നമുക്ക് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നൽകിയാലും, അതാരും ബുദ്ധിമുട്ട് നൽകുന്നത് ലോകത്തുള്ള സൃഷ്ടികളല്ല. പിന്നെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ സ്വയം പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാവും. അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തന്നെ സ്വയം പ്രവർത്തനങ്ങൾ കൊണ്ട്.
ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ച കാരണത്താൽ കടലിലും കരയിലും ഇവിടെ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളുടെ പ്രവർത്തനം ഫല, നമ്മളുടെ ചീത്ത പ്രവർത്തനങ്ങൾ കാരണത്താൽ കടലിലും കരയിലും നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പടച്ച തമ്പുരാന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് നിലക്കുള്ള നാശങ്ങളായിരുന്നാലും നമ്മൾ അള്ളാഹുവിനോടാണ് പറയേണ്ടത്. അതാണ് ഖുർആൻ പറയുന്നത്, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബി ഇബാദി, എന്റെ ദാസന്മാരെ അറിയിക്കണം. എന്താ അറിയിക്കേണ്ടത്? അന്നി അനൽ ഗഫൂർ റഹീം, ഞാൻ പൊറുക്കുന്നവനും കരുണാവാരിയുമാണ്. എന്റെ ജനങ്ങളെ നീ അറിയിക്കണം, മുഹമ്മദ് നിന്റെ ഭാഗത്തു നിന്നാണ് തൗഹീദ് പിഴച്ചു പോകുന്നെങ്കിൽ, ഈ വിലപ്പെട്ട സമ്പത്ത് നിന്നിൽ നിന്നാണ് കൊഴിഞ്ഞു പോകുന്നെങ്കിൽ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, ആ സമ്പത്ത് നഷ്ടപ്പെടുന്നത് മുഹമ്മദെ നിന്നിൽ നിന്നാണെങ്കിൽ പോലും അള്ളാഹു നിന്റെ മറ്റെല്ലാ കർമ്മങ്ങളും പൊളിച്ചു കളയും. ലയഹ്ബതന്ന അമലുക, നിന്റെ എല്ലാ അമലുകളും നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല ആ സമ്പത്ത് പോയി പോയാൽ. ഈ സമ്പത്ത് പിടുത്തം വിട്ടാൽ നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ പോയി. ഇപ്പൊ ഒരാൾ നീന്തറിയുന്ന ആളാണ്, വെള്ളത്തിൽ അയാൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഫലപ്പെട്ട സമ്പത്ത് ഏതാണ്? എന്താണ്? അയാളുടെ ഓർമ്മശക്തി നിലനിൽക്കണം. അയാൾ മോഹാലസ്യപ്പെട്ടാൽ അയാൾക്ക് നീന്തം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ മോഹാലസ്യപ്പെടാതെ സൂക്ഷിക്കണം. ഒരു മനുഷ്യന്റെ മോഹാലസ്യം സംഭവിക്കുന്നതിന് കാരണം, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം എന്താ? തൗഹീദ് പിഴക്കുമ്പോൾ. ഒരു മനുഷ്യൻ മോഷ്ടിക്കുന്ന എന്തുകൊണ്ടാണ്? തൗഹീദ് പിഴക്കുമ്പോൾ. ഒരു മനുഷ്യൻ പലിശ വാങ്ങുന്നതുകൊണ്ടാണ്? തൗഹീദ് പിഴക്കുമ്പോൾ. അങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ഒരു അനാഥ മക്കളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നു. എന്തുകൊണ്ടാണ്? തൗഹീദ് പിഴച്ചിട്ട്. എവിടെയാണ് ആ പിഴവെന്ന്? ഈ ജഗന്യന്തായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടത് ബോധം നമുക്ക് നഷ്ടപ്പെടുക. അതാണ് തൗഹീദ്. പിന്നെ നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നമ്മൾ കൈനീട്ടി ശരണം വിളി നടത്തുന്നത് പടച്ചോനോടായിരിക്കും, വേറെ ആരോടും പാടില്ല. ഇപ്പം നിങ്ങൾ പത്രങ്ങൾ മുഴുവൻ കാണുന്നത് സലാത്ത് നഗറാണ്. അങ്ങനെ ഒരു സലാത്ത് നഗർ അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്രാർത്ഥനയും നബി പഠിപ്പിച്ചില്ല. ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളെ വഞ്ചിക്കുകയാണ്. അവരുടെ വിശ്വാസത്തെയും അവരുടെ ഭക്തിയെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പുരോഹിത വർഗം ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൗഹീദ് എന്ന് പറയുന്നത് പടച്ച തമ്പുരാനിൽ നിന്നുള്ള വിടവ് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന 2-3 കാര്യങ്ങളെയാണ് നമുക്ക് വിലയിരുത്താനുള്ളത്. ഒന്ന്, മനുഷ്യൻ എന്തുകൊണ്ട് തൗഹീദിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, ആ നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും നമ്മോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു, ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലകും മുദ്ഖലൻ കരീമാ. നിങ്ങൾ അള്ളാഹു പൊറുക്കാത്ത തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും വലുത് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ നാം നിങ്ങൾക്ക് മാപ്പ് നൽകാം, വനുദ്ഖിലകും മുദ്ഖലൻ കരീമാ, സ്വർഗ്ഗത്തിൽ പ്രവേശനവും നൽകാം. അങ്ങനെ അല്ലാഹു ഏറ്റവും വിലപ്പെട്ട സമ്പത്തായി നിങ്ങൾ സ്വീകരിക്കേണ്ട തൗഹീദ്, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ പ്രവേശനം നൽകാം, നരകത്തിൽ നിന്ന് മുക്തി നൽകാം, നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും മാപ്പ് നൽകുകയും ചെയ്യാം. അപ്പൊ വലിയ സമ്പത്ത് തന്നെയല്ലേ. നമ്മളാകെ അവിടെ ജീവിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. നമ്മളാകെ അവിടെ ജീവിക്കുന്നത് മരണസമയം ഈമാനോടുകൂടി മരിക്കാനാണ്. ഇനി ഒരുപാട് തെറ്റ് നമ്മളെടുത്ത് വന്ന് തൗഹീദ് പേച്ചില്ല, പക്ഷെ ആ തെറ്റിനനുസരിച്ചുള്ള ശിക്ഷ നരകത്തിൽ കഴിഞ്ഞാൽ, തൗഹീദ് കയ്യിലുണ്ടെങ്കിൽ, ഈ വിലപ്പെട്ട സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് അവസാന കാലം വരാം. ശാശ്വത നരകല്ല. തൗഹീദ് കയ്യിൽ നിന്ന് വിട്ടുപോയില്ല, അത് പേശു പോയില്ല. വിലപ്പെട്ട സമ്പത്ത് മാറോടണച്ചു ഒരു സമയത്തും അത് നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിലേക്ക് വരാൻ കഴിയും. അള്ളാഹു ഖുർആനിൽ പറയുന്നു, അള്ളാഹ് സൃഷ്ടിച്ച മനുഷ്യരെ സംബന്ധിച്ച് അവന്റെ ദൗർബല്യത്തെക്കുറിച്ച്, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ, അവർ അള്ളാഹുവിനെ കൂടാതെ സമന്മാരെ ഉണ്ടാക്കുന്നു. മനുഷ്യർ അള്ളാഹിനെ കൂടാതെ അള്ളാഹ്ക്ക് സമന്മാരുണ്ടാക്കുന്നു. എന്നിട്ടോ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ ഈ സൃഷ്ടികളെയും സ്നേഹിക്കുന്നു. ഇല്ലേ? ചിലരൊക്കെ അള്ളാഹിനേക്കാൾ അധികം. ഇപ്പോ ജാറെന്ന് പറഞ്ഞാൽ അള്ളാഹിനൊരാൾ കുറ്റം പറഞ്ഞാൽ ദേഷ്യം പിടിക്കൂല. ജാറത്തിനെ പറ്റി പറഞ്ഞ അപ്പം എല്ലാ മൊയ്ലിയന്മാരും ഇളകി, എല്ലാ പെണ്ണുങ്ങളും ഇളകി.
എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളെ നാവ് കുരിപ്പിടിച്ചു കേട്ടെ അറിയാം. അതാ കുരിപ്പിടിപ്പിക്കുന്ന ആൾ വലാണ്. അള്ളാനെ കുറ്റം പറഞ്ഞപ്പോഴോ അത് നിങ്ങൾ പറഞ്ഞോളി, അത് അല്ല തന്നെ നോക്കിക്കോളൂ. ഇത് നമ്മളും കൂടി നോക്കേണ്ടതാ മൂപ്പര കാര്യം അല്ലേ. നമ്മൾ അള്ളാനെ സ്നേഹിക്കുന്ന പോലെ അള്ളാനെ സ്നേഹിക്കുന്നേക്കാൾ അള്ളാന്റെ സത്യവിശ്വാസികളോ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരേറ്റവും സ്നേഹിച്ചത് പടച്ചോനെ. അവർക്ക് പടച്ചോനെ പറ്റി പറയുമ്പോഴേ വേദനിക്കുള്ളൂ. അവർക്ക് പടച്ചോനെ പറ്റി കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് വേദനയുണ്ടാകും. കാരണം തനിക്കെല്ലാം, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം തന്ന നിങ്ങളെ ബാപ്പനെ പറ്റി ഒരാൾ ചീത്ത അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും, അപ്പങ്ങൾ ഇളകും അല്ലേ? എന്താ കാരണം? നമ്മളെ ബാപ്പനെ പറയണ്ട, ബാക്കിയൊക്കെ ജി പറഞ്ഞോ. എന്നാലോ പടച്ചോനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയോ? എല്ലാവരും പറഞ്ഞോ പടച്ചോനെ പറയുന്നത് അറിയോ? പടച്ചോനെ പറഞ്ഞോ, അതിൻ്റെ ജി വാങ്ങിക്കോ, അത് അവിടുന്ന് വാങ്ങിക്കോ. ഇത് എൻ്റെ വാപ്പനെ പറഞ്ഞാൽ അവിടുന്ന് വാങ്ങണ്ട, ഞാൻ തന്നെ തരാന്ന്. അങ്ങനല്ലേ? മനുഷ്യൻ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും എന്നും. നിങ്ങൾക്ക് നേക്കണം, ലോകത്ത് നമ്മൾ പ്രബോധനം ചെയ്ത ഈ സലഫി പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ അറിയണം. എന്താ അറിയോ? പെണ്ണുങ്ങൾ കാതൊക്കെ കുത്തിത്തുളക്കും. എല്ലാവരുടെ കാതും ചെമ്മരിയാടിൻ്റെ ആട് പോലെ. ചെമ്മരിയാടിൻ്റെ കാതില്ലേ, അതേമാതിരി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. എന്താ? എന്നിട്ട് ഇങ്ങനെ അതിലൊക്കെ ചിറ്റിടും. നമ്മളവിടെയുള്ള പെണ്ണുങ്ങൾ കഴിവുള്ളൊരു കഴിവിനനുസരിച്ച് ഓട്ടാക്കും. എന്നിട്ട് കഴിവിനനുസരിച്ച് ഇടും. എന്നിട്ടോ അപ്പം നമ്മൾ പറഞ്ഞു ഇതൊന്നും ഇസ്ലാമിലൊരു സുന്നത്തായ കാര്യമോ കൂലിയുള്ള കാര്യമോ ഒന്നുമല്ല. ഒരു പെണ്ണിന് കാത് കുത്തൽ പോലും ഇസ്ലാമികമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്കങ്ങനെ കുത്തുന്നതിന് ഇസ്ലാം വിരോധിക്കുന്നില്ല. ആഭരണമണിയ അത്രേ ഉള്ളൂ, അതിന് അത്രേ പ്രാധാന്യമുള്ളൂ, അതിനൊരു കൂലിയില്ല. അത് നമ്മൾ എന്താ പറയുക, ഈ നമ്മളെ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ, ഐറ്റികളെ കാണുമ്പോൾ തന്നെ എല്ലാവിധ ഐശ്വര്യം നഷ്ടപ്പെട്ട മുഖം കാണുക അല്ലേ? നമ്മളെ മാമയൊക്കെ എന്താണ് ഐറ്റികളെ ഇങ്ങനെ ഇട്ട് കുത്തിരിക്കുന്ന കണ്ടാൽ, കാര്യം ഐറ്റിയൊക്കെ നമ്മളെക്കാൾ ആരോഗ്യം ഉണ്ടെങ്കിൽ ഇത് ഇട്ട് കുത്തിരിക്കുന്ന കണ്ടാൽ നമുക്ക് ആകെ സങ്കടം തോന്നിപ്പോൾ. ഇത് ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ എന്നുള്ള നോട്ടം. കാരണം ഈ കാത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടേ. അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞു. ഹേയ് അത് പറ്റില്ല. തെളിവെന്താ? തെളിവ് പാട്ട്. തെളിവ് ഉടനെ പാട്ട് പാടുക ചെയ്യുക. നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതിട്ടാൽ മതി, ഇതൊന്നും ആവശ്യമില്ല. കണ്ടോ നീ ഐശൂട്ടി നമ്മൻ്റെ വലിയത്തെ കന്യാമിനാൻ്റെ കൊലം മൂടുപ്പുമ്മത്തെ കണ്ടാലി ഇസ്ലാമിൻ്റെ എല്ലാം കാളഞ്ഞി കള്ള കാതും കൂടി കുത്തിയിട്ടില്ല സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞു. എന്താണ്? കണ്ടോ നിങ്ങൾ ആയിഷക്കുട്ടിയെ കണ്ടോ? കാത് കുത്തിയിട്ടില്ല. എന്തൊരു കോലമാണ് നമ്മളുടെ അയൽപ്പക്കത്തുള്ള ആയിഷക്കുട്ടി. സലഫിയാണ്, ഓള് കാത് കുത്തി. സലഫി അല്ല, കുൽഫി ആയിട്ടുള്ളൂ. എന്നാലും ഇപ്പുള്ളതൊക്കെ അത്രേ ആയിട്ടുള്ളൂ. അല്ലാണ്ട് ഇതൊന്നല്ല. എന്തല്ല ഇത്? എല്ലാ ആളുകളും ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നത് ഇതിന്റെ മേന്മയും ഇതിന്റെ വളർച്ചയും ഞാനല്ലാത്ത ആരും പ്രവർത്തിക്കരുതെന്ന ചിന്ത എനിക്ക് വന്നാൽ അതോടുകൂടി കഴിഞ്ഞു. എനിക്കാളാവാൻ കഴിഞ്ഞു. തൗഹീദ് പോയി. ഞാൻ നാട്ടിലൊരു പ്രശസ്തനാവാൻ, നാട്ടിലൊരു ശ്രദ്ധിക്കപ്പെടുന്നൊരു വ്യക്തിയാവാൻ, എൻ്റെ നാവിൻ്റെ കനം നിങ്ങളറിയാൻ, അങ്ങനെല്ലാം ഞാൻ പ്രവർത്തിക്കേണ്ടത്. അത് കുറച്ചൊക്കെ പോയി കേട്ടോ. അപ്പം അതിലേക്ക് കിടക്കണ്ട, ഇതിലേക്ക് വരിക. അപ്പം കണ്ടോ നീ ഐശുട്ടി നമ്മൻ്റെ വലിയ അവിടുന്ന് തുടങ്ങുന്നത്. നമ്മൾ സലഫി പ്രസ്ഥാനം ഒരു സ്ത്രീയുടെ ഉടയാട എങ്ങനെയായിരിക്കണം? മുഖവും മുൻകൈ ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങൾ മറയുന്ന തരത്തിലുള്ള വസ്ത്രധാരണം വേണം. കാത് കുത്തയിൽ നിർബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കണ്ടോ എന്താണ് ഇപ്പം ഇസ്ലാമിൻ്റെ എല്ലാം കളഞ്ഞില്ലേ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് നിലവിളിക്കുക ഞാൻ കേട്ടാ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് സാധാരണ സ്ത്രീകൾ ഒരു 60 വയസ്സായതാണ് അന്ന് നിസ്കരിക്കൽ. അതുവരെയുള്ളതൊന്നും നിസ്കരിക്കില്ല. നിങ്ങൾക്കറിയാലോ തുണീൻ്റെയൊക്കെ കോലം അല്ലേ? മീൻ മുറിക്കുക, കയ്യിൽ ഇങ്ങനെ കൈയിട്ട് ബാക്കി തേച്ച 2 കൈയിൻ്റെ അടയാളുണ്ടാവും, ബാക്കിൽ നോക്കിയാൽ കാണാം. അതാണ് മുസ്ലിമിൻ്റെ അടയാളം. അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പറയാണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് അത്രേ വൃത്തിയുടെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അന്നലാഫത്തു ശത്രുൽ ഈമാൻ, ഈമാന്റെ പകുതിയാണ് വൃത്തി എന്ന് പഠിപ്പിച്ച മദാനിയായിക്ക് വൃത്തിയില്ലായിരുന്നു എന്ന് ആദ്യമായി പറയേണ്ടി വന്നത് ഈ സലഫി പ്രസ്ഥാനം വന്നപ്പോഴാണ്. അങ്ങനെയാണ് ജനങ്ങൾക്ക് വൃത്തി വന്നത്. ഇപ്പം വൃത്തി എവിടെ എത്തിയെന്നുള്ളത് ഇപ്പം നിങ്ങൾ പിന്നെ ആലോചിച്ചോളി കേട്ടാ. ഇപ്പം വൃത്തി എവിടെ എത്തിക്കുന്നു നോക്കിക്കോളി. വൃത്തിക്കിനോടത്ത് നിൽക്കാൻ പാടുള്ളൂ. വൃത്തി വേറെ ആൾക്ക് കൊടുക്കാനുള്ളതല്ല, വൃത്തി അമ്മക്ക് എടുക്കാനുള്ള. അത്ര പറഞ്ഞാൽ തന്നെ മതിയാവുമല്ലോ. വൃത്തി അമ്മക്ക് എടുക്കാനുള്ള, വൃത്തി വേറെ ആൾക്ക് കൊടുക്കാനുള്ളതല്ല. ഓക്കെ. അപ്പോൾ ഈമാന്റെ ഭാഗമാണ് വൃത്തി എന്ന് പഠിപ്പിച്ചു. അങ്ങനെ
എന്ന് മാത്രമല്ല മുസ്ലിം പെണ്ണുങ്ങളൊന്നും പഠിക്കലുമില്ലേ, ഒന്നും പഠിക്കൂല. സ്കൂളിലൊക്കെ അങ്ങനെ 6, 7 ആകുമ്പോഴേക്കും ഇവളെ കെട്ടിക്കണ്ടേ. അന്ന് ഇങ്ങനെ ഈ ലവ് ലൈൻ അടിച്ചിട്ടല്ല, ഉമ്മക്ക് വേജാറെന്താ വെച്ചാൽ വാപ്പറ്റ മരിച്ചു ആലോചിച്ചിട്ടാ അയാൾ ഉള്ളപ്പോൾ തന്നെ കെട്ടിക്കാനുള്ള ആൾക്കാർ. അതാണ് അന്നത്തെ കെട്ടിക്കലിൻ്റെ ലക്ഷ്യം. ഇന്നത്തെ കെട്ടിക്കലിൻ്റെ ലക്ഷ്യം മട്ടൽമ ചവിട്ടിയാതി പെൺകുട്ടികളപ്പം ഉള്ളത്. തന്തല്ലാത്ത ഒരുപാട് പ്രഗ്നൻ്റ് ആവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന പെൺകുട്ടികളപ്പം ഉള്ളത്. എവിടെ നോക്കിയാലും വളരെ മോശമായ മാനസികാവസ്ഥ. അതിലേക്ക് ഞാൻ വരാം, അത് നമ്മളുടെ വിലപ്പെട്ട സമ്പത്താണ്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഏതായിരുന്നാലും തൗഹീദ് പഴച്ചാൽ പോയി കഥ കേട്ടോ. അപ്പോൾ തൗഹീദ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആളുകൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ഒന്നായിട്ടാണ് നമസ്കരിക്കുക. അന്ന് അങ്ങനെ സുബഹിസ്കരിക്കില്ല. കാരണം അങ്ങനെയുള്ളോ, സുബഹിക്കല്ല എണീക്കുക, സുനയിക്കുക. ബാഗിൻ്റെ പുള്ളി മേലെത്തിയിട്ടുണ്ടാവും, എന്നിട്ട് നീച്ച് പല്ലൊക്കെ തേച്ച് മുറ്റക്കടിച്ചേരി പാത്രമൊക്കെ കഴുകി കുട്ടികളെ മദ്രസ പറഞ്ഞയക്കും. അതിന് മദ്രസ എന്നല്ല എന്ന് പറയുക, ഓത്തള്ളി പോവുക, ഓത്ത് തള്ളിപ്പോകാൻ, ഓത്ത് എടുക്കാനല്ല, ഓത്ത് തള്ളിപ്പോകാൻ വരെ അങ്ങനെ പറഞ്ഞയക്കും രാവിലെ. അതൊക്കെ വളരെ ഇതായിട്ട് നടക്കും. ഓൻ പല്ല് വെച്ചിട്ടുണ്ടാവില്ല, ഓൻ അപ്പിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓനോട് പറയും ചെയ്യും, മദ്രസയിലേക്ക് ഇങ്ങനെയൊക്കെ മതി, സ്കൂൾ മദ്രസ ഇട്ട് വന്നിട്ട് ഉമ്മ കുളിപ്പിച്ച് തരേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോകേണ്ടത് ഇതൊക്കെ കോലത്തിലാണ്. അങ്ങനെ ഉണ്ടായിരുന്ന അതപ്പതിച്ചൊരു സമൂഹം, വളരെ അതപ്പതിച്ചൊരു സമൂഹം. ഞാൻ ആ സമൂഹത്തിൻ്റെ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി പറഞ്ഞോളൂ. ആണുങ്ങൾ പോലും പെരുന്നാൾ സ്കാറ്റിന് ആണ് വലിയ ആൾക്കാർ പോകും, വെള്ളിയാഴ്ച ജുമാക്ക് പോവുക. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ധാർമ്മിക രംഗത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ധാർമ്മിക രംഗത്ത് ഒരു വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് സലഫി പ്രസ്ഥാനം കടന്നു വന്നത്. സലഫി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരുടെ നാവുകൾ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയിലും ഊളിയിട്ടിറങ്ങി ജനങ്ങളുടെ മുമ്പിൽ മുത്തുകൾ വാരി വാരി കൊടുത്തു. ആ മുത്തുകൾ 2 കൈയും നീട്ടി വാങ്ങിയ മനുഷ്യ സമൂഹമാണ് ഇന്നിവിടെ രാജ്യത്ത് ഏറ്റവും നല്ല പടച്ചവനുമായി അടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ബാക്കിയുള്ളതൊക്കെ പടച്ചവനോട് അടുക്കുന്ന കൂടി തന്നെ അല്ലാ ബദരീങ്ങളെ ഉണ്ടാകും. ഹജ്ജിന് പോകുമ്പോൾ നാഗൂർ കൂടെ പോവും, ഹജ്ജ് കഴിഞ്ഞ് അജ്മീർ കൂടെ അങ്ങോട്ട് പോരും, പടിയും കഴിഞ്ഞ് കേട്ടോ. അള്ളാഹു എന്നിട്ടോ അത് പറഞ്ഞാലോ ആരാണ് ഓലൊക്കെ, ആരാണെന്ന് നമ്മളോട് ചോദിക്കുക. പോയ ഓൽക്ക് അറിഞ്ഞൂടെ ആരാന്ന്. നമ്മളോട് ഓല് ചോദിക്കുന്നത് ഓലൊക്കെ ആരാണ് നിങ്ങൾക്കറിയോന്ന്. നിങ്ങൾക്കറിയോ? അങ്ങനെ എനിക്കറിയാം, നിങ്ങൾക്കറിയാം, ഞാൻ അവനെങ്ങനെ അറിയാം? ചോദിച്ച നിങ്ങളല്ലേ. അപ്പൊ ചോദിച്ച നമ്മളാപ്പ കുറ്റക്കാര്, പോയ ഓലല്ല കേട്ടോ. അള്ളാഹു അല്ലാത്തൊരു അവർ ആ നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ? പടച്ചവനുമായി തൗഹീദ് ഉണ്ടാകും വിധം അള്ളാഹിനോട് അടുക്കണം. അങ്ങനെയാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. സൂറത്തുൽ മാഇദയിലെ ആയത്താണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മളെ കടിക്കാൻ വരുന്നൊരു മൂർഖൻ പാമ്പിനെ സൂക്ഷിക്കുന്നത് പോലെയല്ല നമ്മളെ അള്ളാഹിനെ സൂക്ഷിക്കുന്നത്. മൂർഖൻ പാമ്പിലേക്ക് അടുക്കാതിരിക്കുകയാണ് സൂക്ഷ്മത. അള്ളാഹിനെ സൂക്ഷിക്കുക കാരണം അള്ളാഹിലേക്ക് അടുക്കലാണ് സൂക്ഷ്മത. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസത. അപ്പോൾ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അവനിലേക്ക് നിങ്ങൾ മാധ്യമങ്ങൾ വഴി അടുക്കുക. അങ്ങനെ മാധ്യമങ്ങൾ വഴി അള്ളാഹുലേക്ക് അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലിഹി, അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. എന്തൊക്കെയാ പറഞ്ഞത്? സൂക്ഷ്മത പാലിക്കുക, പടച്ച തമ്പുരാനിലേക്ക് അടുക്കാൻ മാധ്യമങ്ങളെ സ്വീകരിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണല്ലോ. അപ്പം മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന പറഞ്ഞാലോ അള്ളാഹുലേക്ക് അടുക്കാൻ എങ്ങനെ മാധ്യമങ്ങൾ സ്വീകരിക്കുക? ഇവിടെയാണ് ജനങ്ങളെ വഴിവയ്പ്പിക്കുന്നത്. ഈ ആയത്തുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മാധ്യമങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളാണത്രേ അള്ളാഹുവിൻ്റെ മരിച്ചുപോയ മഹാത്മാക്കൾ, പുണ്യാത്മാക്കൾ, മഹത്തുക്കളൊക്കെ ആയ ആളുകളെ മാധ്യമങ്ങളായി സ്വീകരിച്ചുകൊണ്ടാണ് അള്ളാഹുലേക്ക് അടുക്കേണ്ടതെന്ന് അല്ല. അൽ വസീലത്തു, വസീല എന്ന് പറഞ്ഞാൽ അൽ ഖുർബത്തു ബിൽ അഅ്മാലി സാലിഹ, സൽക്കർമ്മങ്ങൾ മുഖേനുള്ള പ്രാർത്ഥന. നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ഉണ്ടാവുമല്ലോ, അത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. അതിനാണ് വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറയുക. ഏതാപ്പോൾ ഒരു സൽക്കർമ്മം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ വല്ല സംഭവം റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം. നിങ്ങൾ പഠിച്ചതാണ്. 3 ആളുകൾ ഒരു ഗുഹയിൽ കടന്നു അല്ലേ? ആ ഗുഹയിൽ കടന്നപ്പോൾ ഗുഹാമുഖം അടഞ്ഞുപോയപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ അവർ 3 പേരും റബ്ബിനോട് പ്രാർത്ഥിച്ചു. 3 പേരും ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല സൽക്കർമ്മം വെച്ചുകൊണ്ട് ഈ ആപത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചു അല്ലേ? അതിലൊന്നേതായിരുന്നു? നമുക്കറിയാം,
ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു എളാപ്പാന്റെ മകളുണ്ടായിരുന്നു, എനിക്ക് അവളോട് ഭയങ്കരമായ മാനസികമായ ശാരീരികമായ താല്പര്യമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവളോട് എൻ്റെ താല്പര്യം ആവശ്യപ്പെട്ടു. അവൾ വിസമ്മതിച്ചു. അവസാനം ഞാനും എൻ്റെ മോഹങ്ങൾ തൽക്കാലം ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. പക്ഷേ അവൾക്കൊരു ദാരിദ്ര്യ കാലം വന്നു, ബുദ്ധിമുട്ടിൻ്റെ കാലം വന്നു. അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു, ഒരു 200 ദിർഹം ആവശ്യപ്പെട്ടുകൊണ്ട്. ആ കടബാധ്യത ഞാൻ ഏറ്റെടുക്കാം, പക്ഷേ അന്ന് ഞാൻ മോഹിച്ച ആ മോഹം ഇപ്പോൾ പൂവണിയണം, അതിന് താല്പര്യമുണ്ടെങ്കിൽ തരാമെന്ന് അവളോട് പറഞ്ഞു. അവസാനം അവൾ മനസ്സില്ലാ മനസ്സോടുകൂടി ഈ ദാരിദ്ര്യത്തിന്റെ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നോട് പണം ആവശ്യപ്പെട്ടു. ഞാൻ പണം കൊടുത്തു, ഞങ്ങൾ തയ്യാറായി. എല്ലാ കാര്യത്തിനും തയ്യാറായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം, വലാ തഫുൽ ഖാതമ ഇല്ലാ ബിഗൈരി ഹഖ്ഖിഹി, അവകാശമില്ലാതെ മുദ്ര പൊട്ടിക്കരുത്, നീ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഉദ്യമത്തിൽ നിന്ന് വഴിമാറുകയും ആ പണം ഞാൻ ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. പണം ഞാൻ തിരിച്ചു വാങ്ങിയില്ല. പടച്ചവനെ, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു, പടച്ചവനെ നീ അറിയുന്നുവെങ്കിൽ ഞാൻ ആ ചെയ്ത പ്രവൃത്തി ഇബ്തിഗാ വജ്ഹിക, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, എന്റെ മോഹം തീർന്നതുകൊണ്ടല്ല, എനിക്ക് അവളോട് താല്പര്യക്കുറവുണ്ടായതുകൊണ്ടല്ല. പക്ഷേ ഞാൻ ചെയ്തത് അല്ലാഹുവേ നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയതെങ്കിൽ ഫർജ് അന്നാ മാ നഹ്നു ഫീഹി, ഈ ഉൾപ്പെട്ടിരിക്കുന്ന ആപത്തിന് രക്ഷപ്പെടുത്തണം. ഒരാൾ പ്രാർത്ഥിച്ചു. ഗുഹാമുഖം അല്പം നീങ്ങി. രണ്ടാമത്തെ ആൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചവനെ, എന്റെ മാതാപിതാക്കൾ പ്രായമുള്ളവരാണ്, വൃദ്ധരാണ്. ലാ അഗ്ബിഖു അഹ്ലൻ, എന്റെ കുടുംബം മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ, അവർ വെള്ളം കുടിക്കാതെ ഞങ്ങൾ ആദ്യം തിന്നുന്ന സമ്പ്രദായം പടച്ചവനെ എൻ്റെ വീട്ടിലില്ല. എൻ്റെ ഉമ്മക്കും ബാപ്പിയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ. അതാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം ഫനആബി യൗമൻ, ഒരു ദിവസം ഞാൻ കാട്ടിലേക്ക് മരം തേടി വിറക് തേടിപ്പോയി. ആ സന്ദർഭത്തിൽ അല്പം താമസിച്ചു പോയി തിരിച്ചെത്തിയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിക്കിടക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ അവരുടെ കയ്യിൽ, അവരുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒബൂക്കുമായി, കറന്നെടുത്ത പാലുമായി കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിന്നു, അവരുടെ ഉണർച്ചയും പ്രതീക്ഷിച്ചുകൊണ്ട്. ഇസ്തിഖാലഹും, അവർ രണ്ടുപേരുടെയും ഉണർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കാത്തിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ മക്കൾ വിശന്നിട്ട് കിടന്ന് ഉരുളുന്നുണ്ട്. പക്ഷെ ഞാൻ കൊടുത്തില്ല. എന്റെ മാതാപിതാക്കൾ തിന്നതിന് ശേഷം, ഭക്ഷിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ എന്ന സംസ്കാരത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉന്നതമായ ഭാര എന്റെ മക്കൾക്ക് ഞാൻ വെട്ടിത്തുറന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. കൊടുത്തില്ല ഞാൻ അവർക്ക്. പുലരുവോളം അങ്ങനെ തന്നെ നിന്നു. മാതാപിതാക്കൾ ഉണർന്നു, അവർക്ക് ഞാൻ പാല് കൊടുത്തു. ആ പാല് കൊടുത്തതിന് ശേഷം എന്റെ കുടുംബത്തിന് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു, പടച്ചവനെ നീ അറിയുന്നുവെങ്കിൽ ഞാനിത് ചെയ്തത് ഇബ്തിഗാ വജ്ഹിക, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, നീ അറിയുന്നുവെങ്കിൽ മാത്രം ഫർജ് അന്നാ മാ നഹ്നു ഫീഹി, പെട്ടിരിക്കുന്ന ആപത്തിന് രക്ഷപ്പെടുത്തണം. അപ്പോഴും അല്പം നീങ്ങി കൊടുത്തു പാറ. എന്നാലും അവർക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. ആ പ്രാർത്ഥിച്ചിട്ട് പാറ നീക്കിക്കൊടുത്ത സംഭവമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് ഫലമായി കാണിച്ചു കൊടുക്കുന്നത്. ഇത് സൽക്കർമ്മം മുഖേനുള്ളതാ. മൂന്നാമത്തെ ആള് പ്രാർത്ഥിച്ചു. മൂന്നാളാ കൂടി ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തി, അവരതാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് വബ്തഗു ഇലൈഹിൽ വസീല. അതാണ് തഫ്സീറുകളെല്ലാം പറയുന്നത്. അജ്മഅൽ മുഫസ്സിറുൻ, ഈ വിഷയത്തിൽ ഇജ്മാ ആണ് മുഫസ്സിറുകൾക്ക്, വ്യാഖ്യാതാക്കൾക്ക്. ഇവര് മുസ്ലിയാക്കന്മാർ, പുരോഹിതന്മാരൊക്കെ പറയുന്നത് അറിയോ, റൂഹുകൾ, മരിച്ചുപോയ റൂഹുകളാണ് ഇവിടുത്തെ തവസ്സുൽ. അല്ല, റൂഹ് നമുക്ക് തവസ്സുലല്ല. അങ്ങനൊരു ഇസ്ലാം പഠിപ്പിച്ചില്ല. ഒരു പ്രവാചകനും ഒരു റൂഹിനോടും പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. നമ്മളുടെ സൽക്കർമ്മങ്ങൾ മുഖേന നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരാളോട് ഒരു പൈസ കടം വാങ്ങാനോ ഒരു വലിയൊരു വിഷമത്തിൽപ്പെട്ട സമയത്ത് നമ്മൾ പറയും, ഞാൻ നിങ്ങൾക്ക് ഉണ്ടായ സമയത്ത് ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്കിലും വെച്ചിട്ട് എന്നെ നിങ്ങൾ സഹായിക്കണം, അങ്ങനെ പറയില്ല നമ്മൾ. അയാൾ തരുന്നില്ല, അയാൾ തിണ്ടുതാനും, അയാളെ നമ്മൾ ഇല്ലാത്ത സമയത്ത് സഹായിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പം നമ്മളെന്ത് പറയും, ഞാൻ നിങ്ങൾക്ക് തന്നത് എടുത്ത് പറയല്ല, എന്നാലും എൻ്റെ ഈ അവസ്ഥ നിങ്ങൾ കാണണം, ഞാൻ നിങ്ങൾക്കില്ലാത്ത സമയത്ത് ഞാൻ ഒരുപാട് സഹായിച്ചിട്ടില്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹായിക്കണം നമ്മൾ പറയില്ലേ. അതേപോലെ പടച്ചവനെ, ഞാൻ എന്താ ചെയ്ത സൽക്കർമ്മം നിനക്ക് വേണ്ടിയാണെങ്കിൽ. മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന അറിയോ? അദ്ദേഹം വലിയൊരു പണക്കാരനാണ്. ഇസ്തജർതു ജറ, കുറെ കൂലിക്കാരെ പണിക്ക് നിർത്തിയിരുന്നു. ആ കൂലിക്കാർക്ക് അദ്ദേഹം നിത്യവും കൂലിയും കൊടുക്കും. ഒരു ദിവസം ഒരു കൂലിക്കാരൻ കൂലി വാങ്ങിയില്ല, അയാൾ തിരക്കൊണ്ട് പോയി. അയാളെ കൂലി
ഒരു ദിവസത്തെ കൂലി ഞാൻ അദ്ദേഹം പണക്കാരൻ എടുത്തു വെച്ചു. അപ്പൊ അദ്ദേഹത്തെ കാണാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അത് ബിസിനസ്സിൽ ആ പണം ഒരു ദിവസത്തെ കൂലി ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പായി ചേർത്തു. മുതലാളിയെ ഒരു ദിവസത്തെ കൂലി. അങ്ങനെ അത് വളരെയധികം അസ്മർത്ത് ഒരുപാട് സമ്പത്തായി വർദ്ധിച്ചു. കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നു. സമ്പത്തായി വർദ്ധിച്ചത് എന്തൊക്കെയാന്ന് വെച്ചാൽ അടിമ, ആടുകൾ, ഒട്ടകം ഒക്കെ ആയി മാറിയിരിക്കുന്നു. ഇത് കച്ചവടം ചെയ്ത് ലാഭം കിട്ടി ഒരു ദിവസത്തെ കൂലിയെ അങ്ങനെയൊക്കെ അയക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ അങ്ങനെ വന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദി ഇലയി അജിരി, അന്ന് ഞാൻ ഒഴിവാക്കിപ്പോയ കൂലി ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് തരണം, ഞാൻ അതിന് വന്നതാണ്. അപ്പം അദ്ദേഹത്തിന് പോകുമ്പോൾ പേടിയുണ്ട്, കിട്ടുമോ കിട്ടൂലേ, ചീത്ത അറിയില്ലേ, അങ്ങനല്ലേ. ഇപ്പം നമ്മളോടത്തെ ഒരാളൊരു ദിവസത്തെ പണിയെടുത്ത് നമ്മളോട് പെരൻ്റെ വയ്യിൽ കൈക്കോട്ട് കളിച്ച് നമ്മളെ ഭർത്താവ് ആ പൈസ കച്ചവടത്തിൽ ചേർത്തിട്ട് വാങ്ങാണ്ടെന്ന അയാൾക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കുമോ? ഇല്ല. എന്ന് മാത്രമല്ല, അയാൾ വാങ്ങാണ്ട പോയതിനുള്ളത് കൂടി ഇപ്പം കിട്ടും, അല്ലേ, കിട്ടും. എന്നിട്ട് അത് മാത്രമല്ല, അയാളെ വേണമെങ്കിൽ ഒരു പണിഷ് ചെയ്യാനും സാധ്യതയുണ്ട്. പോട്ടെ. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ കൂലിക്ക് വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാണുന്ന ഒട്ടകവും ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ലാ തസ്തസി ബി, ഊതല്ലേ, നമ്മളങ്ങനെയാണല്ലോ അറിയാം, ഊതല്ലേ, അതായത് പരീക്ഷിക്കല്ലേ, കളിയാക്കല്ലേ, ഇതൊക്കെ നിങ്ങളുടെ അറിഞ്ഞപ്പോളെ. അപ്പോൾ കാരണങ്ങൾ അറിഞ്ഞു അദ്ദേഹം കൂലി ഇങ്ങനെ കച്ചവടത്തിൽ ചേർത്ത് വർദ്ധിച്ചിട്ടായതാണ്. അങ്ങനെ പണിക്കാരൻ എന്ത് ചെയ്തു, ഇതെല്ലാം കിട്ടിയപ്പോൾ സന്തോഷത്തോടെ തെളിച്ച് കൊണ്ടുപോയി. ഒരു നയാ പൈസ പോലും അതിൽ നിന്ന് ആ മുതലാളി എടുത്തില്ല, ഒരു മുതൽ പോലും. അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചവനെ, ഞാനാ ചെയ്തത് അള്ളാഹുവെ, സത്യസന്ധത പുലർത്തിയത് നാട്ടിൽ സത്യസന്ധനാവാൻ വേണ്ടിയല്ല. പടച്ചവനെ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നീ അറിയുന്നുവെങ്കിൽ രക്ഷപ്പെടുത്തരണം പ്രാർത്ഥിച്ചു. അതാണ് എന്ത്, അള്ളാഹു അല്ലാത്ത ഒരാളെ നമുക്ക് മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പ്രധാന കാര്യം നമ്മളുടെ അഅ്മാലുസ്സാലിഹ്. നിങ്ങൾ ഇന്ത്യയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു അഅ്മാലുസ്സാലിഹ് ഉണ്ടോ? പടച്ചവനോട് പറയാൻ ഉണ്ടാവില്ല, അല്ലേ? അധികം ഉടുത്തക്കാലില്ലാത്ത ഉണ്ടാകുക, കാരണം ഒക്കെ മൈനസാകുന്നതാ ഉണ്ടാകുക, അല്ലേ? അത് നിങ്ങൾ പടച്ചവനോട് പറയുക, അള്ളാഹുവെ അങ്ങനെ അല്ലാതാക്കാൻ വേണ്ടി കേട്ടോ. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം മടക്കി സാമീപ്യം തേടണമെന്നാണ് ഇബ്നു കസീർ ഈ ആയത്തിന് വ്യാഖ്യാനം നൽകുന്നത്. ഇബ്നു കസീർ പറഞ്ഞു കേട്ടോളൂ, തഖറബു ഇലൈഹി ബിതാഅതിഹി, നിങ്ങൾ ആ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് സാമീപ്യം നേടുക. വൽ അമല ബിമാ യുർലിഹി, പടച്ചവനെ തൃപ്തിപ്പെടുത്തുന്ന അമൽ ചെയ്തുകൊണ്ടും അള്ളാഹുലേക്ക് അടുക്കുക. അതാണ് ഇബ്നു കസീർ പറയുന്ന തഫ്സീർ കേട്ടോ. അതുപോലെ തന്നെ ഹാദല്ലദീ ഖാല ഹൗലായി അയിമ, ഇതേ ആശയമാണ് ഇമാമുകൾ മുഴുവനും ജനങ്ങളോട് പറഞ്ഞത്. ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീൻ, മുഫസ്സിറുകൾക്കിടയിൽ ഈ വിഷയത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നാണ് ഇബ്നു കസീർ പറയുന്നത്. പക്ഷേ മുസ്ലിയാക്കന്മാർ ഈ ആയത്തന്നെ എടുത്തിട്ട് പറയും, അതൊന്നല്ല, അള്ളാഹ് തൗഹീദ് വിടാനാണ് ഒരു മെയിനായിട്ട് പരിശ്രമിക്കുന്നത്. നിങ്ങൾക്കൊന്ന് കേൾക്കണം, ഈ തൗഹീദ് ഉണ്ടായാലേ നമ്മൾ നരകത്ത് പോയിട്ട് അള്ളാന്റെ റസൂല് 3-4 പ്രാവശ്യം നരകത്തിന് ആളെ പുറത്തേക്ക് കൊണ്ടുവരും. കാരണം നമ്മൾ തൗഹീദ് അല്ലാത്ത കുറെ തെറ്റ് നമ്മളെടുത്ത് വന്നതാണ്, അത് പൊറുക്കപ്പെടാത്ത ഒരുപാട് തെറ്റുകൾ നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ തൗബ ചെയ്തിട്ടില്ല. തൗബ ചെയ്താലോ ആ തായിബു കമനില്ലാതെ അൻബലഹു, തൗബ ചെയ്താൽ തെറ്റില്ലാത്തവനെ പോലെ തന്നെ ആയി. തൗബ ചെയ്താലേ എന്തൊക്കെ തെറ്റാണെങ്കിലും തൗബ ചെയ്താൽ തെറ്റില്ലാത്തവനെ പോലെ ആയി. അപ്പോൾ ഈ തെറ്റൊന്നും തൗബ ചെയ്യാണ്ടേ, ഇപ്പോൾ ശിർക്ക് ചെയ്യുന്ന നമ്മളുടെ സുന്നി സഹോദരന്മാർക്ക് അറിയോ ഇത് ശിർക്കാണ്, അപ്പോൾ തൗബ ചെയ്യൂല്ലോ. അതാ കാരണം, വിലപ്പെട്ട സമ്പത്താണ് തൗഹീദ്, അതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവരറിയുന്നില്ല. അവര് വളരെ കൃത്യമായി ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പടച്ച തമ്പുരാനോട് നിങ്ങളുടെ അഅ്മാലുസ്സാലിഹ് കൊണ്ട് അടുക്കുക. അങ്ങനെ അടുക്കാതെ നമ്മൾ എന്തെന്ത് കാര്യം പറഞ്ഞാലും ആളുകൾ എടുക്കും. ഇപ്പം നിങ്ങൾ നോക്കി, രാജ്യത്ത് സ്ത്രീധനം പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. സ്ത്രീധനം പാടില്ല അറിഞ്ഞപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ അല്ല കോള് സ്ത്രീധനം പാടില്ലെന്നോ. സ്ത്രീധനം വാങ്ങാത്ത ഒരാൾ കല്യാണം കഴിക്കാച്ചാൽ വരെ ആൾക്കാർ പറയും, തരുമോ ചെക്കൻക്ക് 2 കിഡ്നി ഉണ്ടോ നോക്കിക്കാൽ കിട്ടോ, കാരണം സ്ത്രീധനമൊന്നും വേണ്ടാന്നാ പറയുന്നത്. അത് സ്ത്രീധനം വേണ്ടാണ്ട് കല്യാണം കഴിക്കുന്നത് കിഡ്നി ഇല്ലായിട്ടാണ്. മുമ്പ് മുസ്ലിയാക്കന്മാർ പറയും, നിങ്ങൾ സ്ത്രീധനം എന്താക്കണം, പള്ളിക്കൽക്ക് കൊണ്ടുവരിക, എന്നിട്ട് പള്ളിയിൽ നിന്ന് മുസ്ലിയാർ മുഖേന കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 100 റുപ്യ 1000 റുപ്യ, വലിയ പൈസക്കാർ 10,000 രൂപ, 1000 റുപ്യക്കാത്ത വല്ലാത്ത വലിയ പൈസ 1000 റുപ്യ പള്ളിക്ക്. 1000 റുപ്യ പള്ളി കിട്ടിയാൽ 10,000 റുപ്യ സ്ഥിരം വാങ്ങിയവർക്ക് 9,000 ഹലാലായി. 1000 പള്ളിക്ക് 9,000 ഹലാല്, അങ്ങനെ കേട്ടോ. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു സ്ത്രീധനം പാടില്ല, എല്ലാവരും പറഞ്ഞു. ഇപ്പം എല്ലാവരും ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക, വിവാഹത്തിലെ ദൂർത്ത് പോക്കണം, അതാക്കണം, ഇതാക്കണം. നമ്മളിത് പറഞ്ഞ ഉടനെ ആദ്യത്തെ അടി മുഴുവൻ കൊള്ളലാരാ, സെൽഫികൾ.
ഒക്കെ കൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ രംഗത്ത് വരും. ഞങ്ങളാണ് അതിൻ്റെ ആള്. ഏത് നമ്മളെ ഒരു കഥാപാത്രമില്ലേ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞ്, അതേമാതിരിയുള്ള ആൾക്കാർ ആയിക്കോട്ടെ, ഓലെടുത്തോട്ടെ, ക്രെഡിറ്റ് നമുക്ക് വേണ്ട. പക്ഷേ ക്രെഡിറ്റ് നമുക്ക് അള്ളാൻ്റെ അടുത്ത് വേണം. അല്ലേ? നമ്മൾ ജനങ്ങളെ സ്വീകരണം പാടില്ല അറിഞ്ഞു, വിവാഹം ദൂർത്തായി നടത്താൻ പാടില്ല അറിഞ്ഞു. ഇന്ന ഷെയ്ത്താന്റെ പ്രവർത്തനമാണ്, ഇന്നൽ മുബദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, അവർ പിശാചിന്റെ കൂട്ടുകാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അങ്ങനെ വിവാഹമൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ഈ കഴിക്കണോൽക്ക് തന്നെ പല ജാതി തൊണ്ടി ന്യായമാ പറയപ്പോൾ പിയ്യാപ്പൾക്ക് നിർബന്ധം. എന്തിന് മൈലാഞ്ചി നിർബന്ധമാണ് പിയ്യാപ്പൾക്ക്. എന്തിനാണല്ലോ ഓളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിയ്യാപ്പൾക്ക് അത് എന്ത് ചെയ്യാനാണ്? പിയ്യാപ്പളുടെ നിർബന്ധം. അമ്മസാങ്ക കൈമലത്തി. അമ്മക്കറിയാം ഇതൊന്നും വലിയ ഗുണമുള്ളതല്ല, ഇതൊക്കെ വലിയ അപകടം പിടിച്ച കാര്യം തന്നെയാണ്. വീട്ടിൽ ജാതി പണിയൊക്കെ എടുത്താൽ കുടുംബത്തിലുള്ള പല ബക്കുട്ടിയ കുണ്ടന്മാരും വരും, അതൊക്കെ പല പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഉമ്മക്കറിയാം. എന്നാലും ഉമ്മ അതൊക്കെ കുറച്ചൊക്കെ ഇല്ലാണ്ടൊക്കെ ഇപ്പം ആരാ അങ്ങനെ ഇല്ലാത്തല്ലോ, നമ്മളൊക്കെ അങ്ങനെ തന്നെ വലുതായതല്ലേ എന്ന്. അപ്പോൾ അതൊരു ക്ലീൻ ഇമേജ് കിട്ടുകയും ചെയ്തു ഇല്ലേ? ആണല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ ഈ രാജ്യത്തുള്ള മദ്രസ പ്രസ്ഥാനം കൊണ്ടുവന്നു. അപ്പോഴൊക്കെ ആദ്യം എതിർത്തു, പിന്നെ ഉണ്ടായി. ഇതൊക്കെ സ്വീകരിച്ചു. പക്ഷെ നമ്മൾ അന്നും ഇന്നും പറയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് തൗഹീദാണ്. അത് ഉൾക്കൊള്ളാൻ ആളില്ല. അതിപ്പോഴും അന്നും ഇന്നും യാതൊരു മാറ്റവും ഇല്ലാണ്ട് പൂർവാധികം ശക്തി പ്രാപിച്ചു വരിക. അങ്ങനെ അപ്പോൾ ജാറം ഉറൂസ് പല ജാതി പരിപാടികളും കൂട്ടിക്കൊണ്ടുവരിക എന്നല്ലാണ്ട് കുറയുക കേട്ടോ. അപ്പം അതുകൊണ്ട് അത് തൗഹീദിൽ നിന്നുള്ള അടർന്നു പോക്കാണെന്ന് ഓർക്കുക. അത്തരം ആളുകളോട് ഖുർആൻ പറയുന്നു, അവരെ നിങ്ങൾ അല്ലാഹനെ മാത്രം എന്ന് പറഞ്ഞാൽ, അല്ലാഹനെ മാത്രം എന്ന് പറയുമ്പോൾ ഖുലൂബുല്ലദീന ലാ യുമിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് മനസ്സിന് ഭയങ്കര പ്രയാസം വരും. എന്നാൽ അവരോട് നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഇതാ അവരോട് ഓർമ്മപ്പെടുത്തിയാൽ മിൻദൂനിഹി, അള്ളാനെ കൂടാത്തവരെയും നിങ്ങൾക്ക് പറയാം, പ്രാർത്ഥിക്കാം, തൗഹീദ് വിടാം എന്നവരോട് പറഞ്ഞാൽ ഖുർആൻ പറയുന്നു ഇദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് സന്തോഷമായി. നല്ല മനുഷ്യന്മാർ. നമുക്ക് അള്ളിയും വേണം, നമുക്ക് മഹാത്മാക്കളും വേണം, ഔലിയാക്കന്മാർ വേണം, കറാമത്ത് കൊണ്ട് സഹായിക്കുന്നവർ വേണം, മൊയ്സത്ത് കൊണ്ട് സഹായിക്കുന്നവർ വേണം, നമുക്ക് എല്ലാവരും വേണം. നമുക്ക് കാര്യം ഒഴിവാക്കാൻ പറ്റും. അപ്പം എല്ലാവരും പറ്റൂല. പക്ഷെ അല്ല ഒഴിവാക്കും നിങ്ങളെ. അപ്പോഴോ ഒഴിവാക്കും. ഒഴിവാക്കും. അല്ല വിളിച്ചിട്ട് ചോദിക്കും ഈ ഔലിയാക്കന്മാരോടൊക്കെ, മമ്പർത്തങ്ങൾ, കുണ്ടോട്ടങ്ങൾ, അജ്മീർ ഹോജ, നാഗൂർ ഹോജ, മദ്രീങ്ങൾ, അങ്ങനത്തെ ഇന്നിപ്പോൾ നിലവിലുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ. ഐറ്റികളൊക്കെ അല്ലാഹു മൈസറെ കൊണ്ടുവരുമല്ലോ. ഐറ്റികൾക്കൊന്നും അറിയില്ല കേട്ടോ, പാവങ്ങളാണ്. ഐറ്റികളൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ഈ മൊയ്തീൻ ഷേഖൊക്കെ നല്ല മനുഷ്യനാണ്, കിടുകിടുത്ത തൗഹീദിൻ്റെ ആളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ വന്നു. അപ്പോൾ അല്ല ചോദിക്കും, വെറുതെ ഒരു ചോദ്യം, അല്ല അൻതും മദ്ലൽത്തും ഇബാദി ഹൗലായി, ഇവരെ നിങ്ങളാണോ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് വയ്യേൽപ്പിച്ചത്? അംഹും വല്ലു സബീൽ, അതോ ഒരു സ്വയം വയ്യയച്ചതാണോ? നിങ്ങളെ മേത്തേക്ക് വെറുതെ വന്നതാണോ? അപ്പോൾ കാലു സുബ്ഹാനക, പടച്ചോനെ നീ പരിശുദ്ധനല്ലേ, മാക്കാന എമ്പയിലന അന്നത്തഖിദമിൻ ദൂനിക മിൻ ഔലിയ, നിന്നെ കൂടാണ്ട് ഒരു ഔലിയൻ ഉണ്ടായി കൊടുക്കലും നമുക്ക് പറ്റിയ പണിയല്ല, അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ബല് ഇതെന്താ അത്? അപ്പോഴാണ് മനുഷ്യൻ ആകെ അകപ്പെടുക. ഇത് മറ്റെന്താ വിചാരിക്കുന്നറിയോ? പിന്നെ ഓല് കഴിച്ചിലാക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഇവിടെ അവിടെ ചെന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓല് കൈ ഒഴിഞ്ഞ് അങ്ങനെ ഉണ്ടാവും. ഓല് മത്സരമല്ല, നിങ്ങളിപ്പോൾ നിങ്ങളൊരാ മോനെ ദുബായിലേക്ക് അയച്ച് ഇവിടുന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞോ ഒരാളോട് നിങ്ങളൊന്ന് കൂട്ടാൻ വരണോ എയർപോർട്ടിൽ, ഓനക്ക് ദുബായ് ഒന്നും അറിയില്ല, നമുക്ക് മത്സരമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ദുബായ് ആണ് മത്സരമായതിൽ ദുബായ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരണം. ഒറ്റ കുട്ടി കൂട്ടാൻ വന്നതില്ലേ ഇങ്ങനെ ഉണ്ടാവും ഓൻ്റെ കഥ. എല്ലാവരും അറബിയിലുണ്ട്, പല കാര്യങ്ങളും വേണം. യാ മോനെ, പിന്നെ ഓനോട് പോയിട്ട് മലയാളത്തിൽ ചോദിക്കാൻ പറ്റുമോ? എന്ത് ഓൻ പോകേണ്ട സ്ഥലം ഏതാന്ന് മലയാളത്തിൽ അറിയില്ല അല്ലേ? അങ്ങനെ കക്കണുണ്ട് അറബികളെ പൈസ മലയാളത്തിൽ കക്കുക, ചോദിച്ചിട്ട് എടുക്കലേ. പീടിയ പൂട്ടി പോകുമ്പോൾ അറബിനോട് പറയും 1000 ഉറുപ്പ്യ ഞാൻ അടുത്ത് കിട്ടോന്ന്. അപ്പം അറബി ഹല്ലി വല്ലീൻ പോയിക്കോളെ. അപ്പം എന്ത് പറഞ്ഞു? ചോദിച്ചിട്ടല്ല എടുത്ത്, കട്ടെടുത്തല്ല ചോദിച്ചു ചെയ്ത്. പക്ഷെ അറബിക്ക് തിരിഞ്ഞില്ല, അത് മാത്രം അല്ലേ? എന്താ ചോദ്യം? വേറെ ചില ടീം കക്കന് ഇങ്ങനല്ല,
ഈ പല ജാതി കക്കലുണ്ട്. ചിലർ തക്വേഡ് കൂട്ടി കക്കണുണ്ട്. അതായത് ഖുർആൻ ഇങ്ങനെ ഓതുക, റമദാനല്ലേ, അങ്ങനെ സൂപ്പർ മാർക്കറ്റ് കുത്തുന്ന ഖുർആൻ ഓതും. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ഓരോരുത്തർ സാധനം വാങ്ങാൻ വരും. ഓരോരുത്തർ അടയാളം വെക്കണ്ടേ. അപ്പോൾ ഒരു ദിർഹം എടുത്തിട്ട് അതിൽ വെക്കുക, 10 ദിർഹം 5 ദിർഹം അങ്ങനെ പിന്നെ ഓതും. അങ്ങനെ ഓതി പല പേജിലെത്തും. അവിടെ ഒക്കെ അടയാളം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കാളുണ്ടാവും, ബന്ധമുണ്ടാവുമല്ലോ. അങ്ങനെ പോകുമ്പോൾ മൂപ്പര് മുസ്ലിഫ് ആയിട്ടാ പോവുക. ദിർഹം കൈ കൊണ്ട് തൊട്ടില്ല, ദിർഹം ഇതിൻ്റെ അകത്തുണ്ട്. അറബിയായിരിക്കും നല്ല തക്കുള്ള മനുഷ്യൻ 24 മണിക്കൂർ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതുന്നതിലാ അടയാൾ വെക്കാനാ കേട്ടോ. അപ്പോൾ പല ജാതി ആൾക്കാരുണ്ട്. നമ്മൾ കാണുന്ന ആൾക്കാരൊന്നും യഥാർത്ഥ ഉള്ളതല്ലോ. ഉള്ളതെല്ലാം ഉള്ളതല്ല, ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഒരു ഉള്ളത്. അതാണ് ഉള്ളത്, യഥാർത്ഥ ഉള്ളത് അതാണ്. അല്ലേ? നിങ്ങൾ ഈ കാണുന്ന കോലാണോ നിങ്ങളെ സ്വഭാവം? അല്ലല്ലോ. നിങ്ങളെ സ്വഭാവം നിങ്ങളേറ്റ് അടുത്ത് നോക്കണം, അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഇപ്പം അറിഞ്ഞൊന്ന് തെറ്റിപ്പോ എന്താ അറിഞ്ഞ് ഒന്നുകൂടി ഉണ്ട് അല്ലേ? നല്ലോണം മേത്ത് കിടക്കുന്ന ജാതി മുള്ളുണ്ടാവും എല്ലാത്തിനും. മുള്ളൊക്കെ പോകൽ ദീനോണ്ട് മാത്രമേ പോകുള്ളൂ കേട്ടോ. അപ്പം ഏതായിരുന്നാലും പിന്നെ ലോകത്തുള്ള ഒരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കൂട്ടരുത് കേട്ടോ. സമയം വല്ലാണ്ട് കടന്നു അല്ലേ? ഏതായിരുന്നാലും പ്രവാചകനാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തി ഇമാം റാസി. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഒക്കെ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇമാം റാസി വ്യക്തമാക്കിയ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇന്നല്ലദിന അലുമത്ത് മൻസിലത്തുഹും വഹുമുൽ അംബിയാ. ലോകത്തെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനീയർ ആരാണ്? ലോകത്ത് ജീവിച്ച അമ്പിയാക്കന്മാരാണ് അല്ലേ? പ്രവാചകന്മാരാണ്. അവരെക്കാൾ വലിയ ആൾക്കാരില്ല. ലാ യഅ്ബുദൂന ഇല്ലല്ലാ. അവരാരും അല്ലാഹു അല്ലാത്ത വേറെ ആരോടും വിളിച്ച് പ്രാർത്ഥിച്ചില്ല. ലാ യബ്തഗൂനൽ വസീലത ഇല്ലാ ഇലൈഹി. പടച്ചോനോടല്ലാണ്ട് സാമീപ്യവും തേടിയിട്ടില്ല. ഫഇന്നകും ബില്ലഖ്തിദാഇ ബിഹിം അഹഖ്. അവരെയാണല്ലോ നമുക്ക് പിൻപറ്റാൻ ഏറ്റവും അവകാശപ്പെട്ടത്. അതുകൊണ്ട് ആ പ്രവാചകന്മാരെ പിൻപറ്റുക. ഫലാ തഅ്ബുദൂ ഗൈറല്ലാഹി തആല. അവരാരും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല. അപ്പം അതുകൊണ്ട് തൗഹീദാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഈ തൗഹീദ് നഷ്ടപ്പെടുന്ന സാധനം ഏറ്റവും വലുത് ജാറമാണ്. ജാറെന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊക്കിയ ഖബറുകൾ. അതാണ് തൗഹീദ് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഘടകം. ജാബിർ റളിയല്ലാഹു പറയാണ്, റുഫിയ ഖബറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തിയത് മിനൽ അർലി, ഭൂമിയിൽ നിന്ന് നഹ്വം മിൻ ശിബിരിൻ വജത്തുഹു. ഞാൻ കണ്ടത് ഒരൊറ്റ ചാണ് ഉയർത്തിയിട്ടാണ്. ഒരു ചാണേ നബിന്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഉയർന്നിട്ടുള്ളൂ. ജാബിർ റളിയല്ലാഹു ഒന്നുകിൽ പറഞ്ഞ് കളവാവണ്ടേ, അല്ലെങ്കിൽ അദ്ദേഹം കള്ളനാവണ്ടേ. ഇനി അതിൽ മേലെ പൊന്തിക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ, ലോകം കണ്ട ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തിയുടെ ഖബർ ഒരു ചാണാണ്. അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷേഖിന്റെ ഖബറിനെ പറ്റി, ഉയർത്തിയതിനെ പറ്റി പറയുന്നു, യുർഫഉൽ ഖബറു മിനൽ അർളി ഖദ്റ ശിബിരിൻ. ഒരു ചാണാണത്രേ മുഹീദ്ദീൻ ഷേഖിന്റെയും ഖബർ ഉയർത്തപ്പെട്ടത്. അതൊക്കെ ആ കാലം. പിന്നെ കാലം മാറുമ്പോൾ ആളുകൾ മാറുന്നു, നേതൃത്വം മാറുന്നു, അപ്പോൾ അവർക്ക് തോന്നിയതുപോലെ മാറ്റുന്നു. അങ്ങനെയാണ് ഇവിടെ രാജ്യത്ത് ജാറങ്ങൾ ഉണ്ടായത്. ജാറമാണ് മനുഷ്യനെ തൗഹീദിൽ നിന്ന് പഴപ്പിച്ചത്. തൗഹീദിന് പഴപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജാറവുമായി ബന്ധപ്പെട്ട കാര്യം നേർച്ചയാണ്. നേർച്ച അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. മൻ നദറാൻ യുത്തി അല്ലാ. അള്ളാഹിനെ അനുസരിക്കാൻ ആരെങ്കിലും നേർച്ചയാക്കിയാൽ ഫൽ യുത്തിഹു, അതനുസരിച്ചോളണം. വമൻ നദറാൻ യഅസില്ലാ ഫലാ യഅസി. അള്ളാഹ്ക്ക് എതിരുള്ള കാര്യമാണെങ്കിൽ നേർച്ചയാക്കിയെങ്കിൽ അതനുസരിക്കേണ്ടതില്ല. അള്ളാഹ്ക്ക് എതിരുള്ളാണെങ്കിൽ അള്ളാഹ്ക്കേ നേർച്ചാക്കാൻ പാടുള്ളൂ കേട്ടോ. നേർച്ച അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. നേർച്ച അള്ളാഹു അല്ലാത്ത ഒരാളോട് നടത്താനും പാടില്ല. അപ്പോൾ നേർച്ച അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിക്ക് നടത്തിയാൽ എന്തുണ്ടാകും അതേ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ആ നിലക്ക് നമ്മൾ നേർച്ചയാക്കി പടച്ച തമ്പുരാനുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ബലി അർക്കുകയോ അല്ലെങ്കിൽ ആ നേർച്ച വഴി നടത്തുകയോ ഒക്കെ ചെയ്താൽ, ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ സവാജിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ലൗ ദബഹ മുസ്ലിമുൻ ദബീഹത്തൻ. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ബലി അർപ്പിച്ചു, അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുപ്പം സാമീപ്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ നേർച്ച ചെയ്തതെങ്കിൽ സാറ മുർത്തദ്ദാവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. മുർത്തദ്ദിൻ. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരാളുടെ ബലികർമ്മമാണ് അവൻ നിർവഹിച്ചിട്ടുള്ളത്. ഇത്ര വ്യക്തമായിട്ടാണ് വിശദീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ നമ്മുടെ സമ്പത്ത് തൗഹീദാണെന്ന് മനസ്സിലാക്കുക. നാളെ പരലോകത്ത് നമ്മൾ നരകത്തിലെത്തിപ്പെട്ടാൽ നമ്മളെ 4 പ്രാവശ്യം അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി വന്ന് നരകത്ത് നാളെ കൊണ്ടുവരും. 4ാം പ്രാവശ്യം അള്ളാഹിനോട് പറയും, അള്ളാഹുവേ ഇനി ആ നരകത്തിലുള്ളത് ശിർക്ക് ചെയ്തവർ മാത്രമാണ്, ബാക്കിയുള്ളവരൊക്കെ പോകുന്നു. ഈ ശുപാർശ നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് കിട്ടണമെങ്കിൽ അസ്അദുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും സൗഭാഗ്യം ലഭിച്ചവൻ, മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി നഫ്സിഹി, മനസ്സിന്റെ ഉള്ളറയിൽ തട്ടിക്കൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ടവന് മാത്രമേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ ശുപാർശ ലഭിക്കുകയുള്ളൂ. കേട്ടോ,
ശുപാർശ കിട്ടണമെങ്കിൽ തൗഹീദ് കയ്യിൽ വേണം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇനി നമുക്ക് രണ്ടാമതായ ഒരു സമ്പത്തുള്ളത് നമ്മുടെ നമസ്കാരമാണ്. അത് നേരത്തെ സ്വാഗത ഭാഷ പറഞ്ഞതുപോലെ ഏറ്റവും കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവമാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് സ്വഭാവം മാത്രം പറയാം. ഒന്ന്, മനുഷ്യരധികവും രണ്ട് അനുഗ്രഹങ്ങളിൽ കുടുങ്ങിപ്പോണവരാണ്, വഞ്ചിതരാവും. രണ്ട് അനുഗ്രഹം അല്ലാന്നുണ്ട്. അതൊന്ന് ആരോഗ്യവും ഒന്ന് ഒഴിവ് സമയമാണ്. അസ്യഹത്തു വൽ ഫറാ. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ഗീബത്ത് പറയാൻ, പരദൂഷണം പറയാൻ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ, മറ്റുള്ളവരെ പരിഹസിക്കാൻ, മറ്റുള്ളവരെ പല നിലക്കും വേദനിപ്പിക്കാനൊക്കെ ആരോഗ്യമുള്ള സമയത്ത് കഴിയും അല്ലേ? നിങ്ങൾ നോക്കേണ്ടി വയസ്സായ പെണ്ണുങ്ങളാണെങ്കിൽ ആരെ കളിയാക്കാനില്ലല്ലോ, ഒരു മൂലക്ക് കുത്തിരിക്കുകയാണല്ലോ അല്ലേ? ആര് വന്നാലും ആരേ വന്ന് അത് തിന്നോല, ഓലോടൊന്ന് വരാൻ പറയും, കണ്ടോലെ കാണാൻ വേണ്ടി പൂതിയായിട്ടാണ്. നാവ് വർത്താനം പറയാൻ കഴിയില്ല. കാരണം അധികം പറയാ ഞാനിപ്പോൾ പോകാനായില്ലേ, എൻ്റെ കയ്യിൽ പഠിച്ചവനെ മക്കളാണെങ്കിൽ ഓല കയ്യിൽ ഓലും ഓലും അങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ വർത്താനല്ലാണ്ട് അന്യരെ പറ്റിയൊന്നും പറയില്ല. ആരോഗ്യമുള്ള കാലത്ത് ഒഴിവ് കിട്ടിയ അപ്പം അല്ല ഉമ്മി മോളായിരിക്കും, കട്ടുമ്പളടക്കം എടുക്കും. ഉമ്മി മോളാണ്. മോള് കൊടുത്ത കഥയെ പറയാ. പിയാപ്പിളിൻ്റെ പറയാനുള്ള ഒരു നാത്തൂനുണ്ട്. ഉമ്മനോട് പറയാൻ ഞാൻ ഒരു ദിവസം അതിന് വിഷം കൊടുക്കും. അത് മോള് കട്ടുമ്പ കിടന്ന് അങ്ങനെ ഗീബത്ത് പറയും അല്ലേ? ആരോഗ്യം ഉണ്ടെങ്കിൽ ഉമ്മൻ്റെ ആരോഗ്യം കഴിഞ്ഞിട്ട് ഉമ്മ മോള് കണ്ടിട്ട് പറയാണ്, നമ്മളെ ആരോഗ്യം കഴിഞ്ഞ ഉമ്മയെന്ന് വെച്ചോളി. എന്നാൽ മോള് കണ്ടിട്ട് പറയാ, പിന്നെ ആപ്പിളിൻ്റെ പുരയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിന്ന് പോരാൻ. അപ്പം ഉമ്മ എന്താ പറയുള്ളൂ അറിയോ? ഒന്നും പറയില്ല. ആ അമ്മായിമ്മനോട് ഇജ്ജ് പിടിച്ച് നിൽക്കണം എന്നല്ല പറയാ. അപ്പോൾ എന്താ പറഞ്ഞു കൊടുക്കുക അറിയോ? മോളെ പെണ്ണല്ലേ, ഇസ്ബിരി, ക്ഷമി മോളെ ക്ഷമി, അള്ളാഹു കൂടെ ഉണ്ടാവും, ക്ഷമി മോളെ എന്നേ പറയുള്ളൂ വയസ്സെത്തി അല്ലേ? വലിയ കാറ്റിമ്മയാണെങ്കിലോ നല്ലോണം അങ്ങോട്ടും ചെയ്തുകൊണ്ട് അങ്ങനെ വിട്ടുകൊടുക്കൊന്നും വേണ്ട. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യം നമ്മക്കില്ല. നമ്മൾ അങ്ങനത്തെ കടലാസിന്ന് വെട്ടിയെടുത്തൊന്നല്ല, നമ്മൾ അങ്ങനത്തെ പുരയുള്ളതുമല്ല. അനക്ക് കേൾക്കണം, എൻ്റെ അമ്മായിമ്മ എന്തേ തീക്കുറിഞ്ഞ് അങ്ങനെ പറയാം, തീക്കുറിഞ്ഞ് എന്നിട്ട് ഞാൻ വരച്ച വരയിൽ നിർത്തിയില്ലേ. അതെങ്ങനെ നമ്മളെ പിയ്യാപ്പളിനെ കയ്യിലെടുക്കുക. അതെങ്ങനെ കയ്യിലെടുക്കൽ പിയ്യാപ്പളിനെ? അത് അയാൾ എന്ത് പറഞ്ഞാലും ഉണ്ടണ്ട, ഒക്കത്തിന് സമ്മതിച്ചു കൊടുക്കുക. എന്നിട്ട് അയാളെ സ്നേഹം പിടിച്ചേറ്റുക. പിന്നെ അയാളായിക്കോളും ബാക്കി. അപ്പം ബാക്കി അപ്പോൾ പിന്നെ പെണ്ണ് പിന്നെ പറയാം, എന്താ ഇന്നോട് പറയുന്നതൊക്കെ അയാളോട് പറഞ്ഞാൽ മതി. രാത്രി കെടുക്കുമ്പം അതൊക്കെ ഉമ്മ ട്യൂഷൻ കൊടുക്കും. അങ്ങനെ രാത്രി കെടുക്കും പറയേണ്ട രൂപം വരെ പറഞ്ഞു കൊടുക്കും. അതെങ്ങനെ? എനിക്കിപ്പോൾ നിങ്ങളെ പോലെ ഞാൻ പണ്ടല്ല അതിനെ വന്നിട്ട് അപ്പം ഈ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഉണ്ടായ അനുഭവങ്ങളൊന്നും ഞങ്ങളോട് പറയാണ്ടൊക്കെ. അപ്പോൾ ഓനാകെ ഇടകറായി നിൽക്കുക. അപ്പോൾ പൊട്ടും ബലൂണ്. അപ്പോൾ എന്താ സംഭവം പറയൂ സർക്കാരെ. അപ്പം ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഏകദേശം ഓനെ വീർപ്പിച്ച് അവിടെ കെടുത്തും. രാവിലെ ഓൻ പല്ല് വെക്കുമ്പോൾ കാണിച്ചാൽ അന്ന് തന്നെ അപ്പം തന്നെ ഒരു ബ്രോക്കറെ വിളിക്കണ്, വാടകയ്ക്ക് പോകുന്നു. അപ്പം സന്തോഷമായി. 2 പാത്രത്തിലാക്കിയല്ലോ അല്ലേ? അമ്മായിമ്മ വലിയ മുന്തിയ ഒന്നും ആയിക്കോളന്നില്ല അല്ലേ? അമ്മായിമ്മ മുന്തിയ സാധനങ്ങൾ ഉണ്ടാവും. എൻ്റെ റബ്ബേ, ജിന്നൂറൈൻ ടൈപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഏതായിരുന്നാലും കുറച്ച് കാലല്ലേ, ഇതൊക്കെ ഏതുപോലെ ആവും. മോരിലിട്ട മുളക് പോലെ ആയിരം തന്നെ അല്ലേ? ഇനിയിപ്പം ആവും എന്ത്, ഉപ്പിലിട്ട മാങ്ങ പോലെ. പിന്നെ പയമ്പൊരിച്ച പോലെ കെടുക്കുക കേട്ടോ. അപ്പം വിവരം അറിയും. അതുവരെയുള്ള കളിയുള്ളൂ ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഒരമ്മായിമ്മ മരുവളൊന്നും കളിക്കണ്ട കേട്ടോ. മരുവൾ കളിയൊന്നും കളിക്കണ്ട, അമ്മായിമ്മ കളി കളിക്കണ്ട. ഒക്കെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി കളിച്ചോ. പറയാനുള്ളൂ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി പറഞ്ഞോ. മരുവളോടും പറയാം, അമ്മായിമ്മയോടും പറയാം, ആരോടും പറയാം കേട്ടോ. അതങ്ങനെ ശീലിക്കേണ്ടത്. അതൊന്നും കുടുംബം കുളം കലക്കാനുമല്ല. പിന്നെ ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങൾ ഭർത്താവിനോട് പറയാം, അല്ലാത്തോട് പറയേണ്ട ആവശ്യമില്ല. സ്വന്തം അമ്മനോട് പറയേണ്ട കാര്യങ്ങൾ സ്വന്തം അമ്മനോട് പോയി പറയാം. ചില പെണ്ണുകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാ കാര്യം ഉമ്മനോട് ഒന്നും അറിയും. അപ്പോൾ ഉമ്മ തന്നെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിച്ചിട്ട് ഇപ്പം എൻ്റെ സ്ഥിതി ഇതാണില്ലേ എന്ന് വെച്ച് ഉമ്മ കാര്യം. അപ്പോൾ ഓളും കാര്യം. 2 ആൾ കൂടി ജമാഅത്തായിട്ട് കരഞ്ഞാൽ 27 കൂലി കിട്ടുമല്ല.
അപ്പോൾ രണ്ടാൾ കൂടി കരഞ്ഞതിന് ശേഷം പിന്നെ രണ്ടു കൂട്ടരും കൂടി ആലോചിച്ച് പ്ലാൻഡ് ആയിട്ടാണ് പിന്നെ മുന്നോട്ട് നീങ്ങുക അല്ലേ? അപ്പൊ ആ തരം ദുർവൃത്തികളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കളി. അപ്പോൾ ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. അപ്പൊ അനുഗ്രഹങ്ങളാണ് ഒഴിവ് സമയം. ആ സമയം നാവിനെ അംസിക് ലിസാനക്ക, നാവിനെ തടുത്ത് നിർത്തുക കേട്ടോ. കാരണം നരകത്തിൽ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം തൗഹീദ് പോലെ തന്നെ നാവാണ്. ഹൽ യക്കുബുന്നാസ്, ജനങ്ങൾ നരകത്തിൽ മുഖം കുത്തി മറിയാൻ കാരണം ഇല്ല ഹസായിദു അൽസിദത്തുഹും, നാവുകൾ കൊയ്തെടുത്ത തിന്മകളാണ്. അവിടെ സൂക്ഷിക്കുക കേട്ടോ. അപ്പം തൗഹീദ് കഴിഞ്ഞാൽ സ്വഭാവത്തിൽ ഒരു പ്രധാന കാര്യമാണ് പറഞ്ഞത്. ഇനി ഒഴിവ് സമയം അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, നല്ല കാര്യങ്ങൾക്ക് കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ സാധാരണ ഒഴിവ് സമയം കിട്ടിയ ഉടനെ ദിനംപ്രതി ഇവിടെ ഇറങ്ങുന്ന എന്തെല്ലാം പുതുവസ്ത്രങ്ങളുണ്ടോ, എന്തെല്ലാം പിന്നെ അങ്ങാടികളിൽ സാധന സാമഗ്രികൾ വിൽക്കാനുണ്ടോ അതിന് തെണ്ടുക ചെയ്യുക പെണ്ണുങ്ങൾ തന്നെ. ഒഴിവ് കിട്ടിയാൽ ഇനിയിപ്പോൾ ഇന്ന് പണിയൊന്നുമില്ല, എല്ലാ പണിയും കഴിഞ്ഞില്ലേ, എന്നാൽ ഞാൻ പോവുക കേട്ടോ. എന്തിന്? ഒരു മുറണ്ട് വാങ്ങാൻ. എന്തിനായി മുറ? ഇവിടെ മുറല്ലേ. പക്ഷേ പലരോടും ഞാൻ ചെന്നപ്പോഴാണ് ഈ മുറല്ല മുറം, ആ മുറാണ് മുറം എന്ന് മനസ്സിലായത്. ഞാൻ മുറം വാങ്ങിയിട്ടേ ആ തള്ളടങ്ങുള്ളൂ. തണ്ടലുണ്ടോ അങ്ങനെ അങ്ങാടികളിൽ? ഉണ്ട്. ഒഴിവ് സമയം തണ്ടാൻ ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് നമ്മളെ പിന്നെ ആളുകൾ അതാ. അപ്പൊ തെണ്ടി സമയം കളയുന്ന സ്ത്രീകളാവരുത് നിങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ പുരുഷന്മാരാണെങ്കിലോ രാപ്പകല് സമ്പത്തിന്റെ പിന്നാലെ ഓടും. ഒഴിവ് സമയങ്ങൾക്കില്ല. ഭാര്യനോട് വർത്താനം പറയാൻ വരെ സമയമില്ല. ചില പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ എന്നാ ടെലിഫോണിലേക്ക് ഒന്ന് പറഞ്ഞോളി, നമ്മൾ മുഖാമുഖം കാണുമ്പോൾ പറയാൻ നേരില്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ബാലാത്തന്മാർ വയ്യാലെ വരുമല്ലോ അല്ലേ? അങ്ങനെ പല നിലക്കുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ആണും പെണ്ണും ഒരുപാടുണ്ട്. ഒഴിവ് സമയമൊക്കെ തോന്നിയ പോലെ ജീവിക്കുക കേട്ടോ. ഒഴിവ് സമയം ഖുർആൻ വായിക്കുക, നല്ല കാര്യങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കാലഘട്ടത്തിൻ്റെ ഓരോ അറിവുകളും നേടുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടേണ്ടതുണ്ട് പരലോകവുമായി ബന്ധപ്പെട്ട. ഒഴിവ് സമയം എപ്പോഴും അതിനാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് നമുക്ക് തിരുമ്പാനും കുളിക്കാനും പാത്രം കഴുകാനും അച്ചോറാനും മറ്റേനും ഭക്ഷണം ഉണ്ടാക്കാനും അത് തിന്നൽ വരെ ഒരാൾക്ക് പണിയാണ്. ചില പെണ്ണുങ്ങൾ ചോദിക്കും ഭർത്താവ് വരാനില്ലെങ്കിൽ ഇനി ഒന്നും ഉണ്ടാക്കണ്ട, തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, മെഞ്ഞാന്നത്തെ ആ പൊടിയില്ല അവിടെ, അത് നമുക്ക് കാർവർണ്ണൻ്റെ നിറം അയക്കണം, നീല നിറം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്നാലും വേണ്ടിയില്ല, അത് തന്നെ മതി, ഇനി രണ്ടാമത് കുഴക്കാനാവൂല അല്ലേ? മടിയിൽ നിങ്ങളെ ജയിക്കാൻ ആരെയും പേര് നിങ്ങൾ ഇഷ്ടമാണോ? അല്ലല്ലോ, അല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര മടിച്ചുകളാണ്. അപ്പം അതുകൊണ്ട് ഭർത്താവ് വരാനില്ല, ആരും തിന്നാൻ വരാനില്ലെങ്കിൽ നിങ്ങളവിടെ കിടക്കും, മതി ഒഴിവ് സമയം തന്നെ ഫുള്ളായിട്ട് ഒഴിവ്. എന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ എണീക്കും, ചോന കള്ളുടിച്ച പെണ്ണുങ്ങളമായി അല്ലേ, കണ്ണൊക്കെ ആയിട്ട് അങ്ങനെ എണീച്ചിട്ട് അല്ല ഞാൻ എന്നാ നേരം വെളുത്തുന്ന അപ്പം വിചാരിച്ചത് ഇത് വൈകുന്നേരം എണീച്ചിട്ടേ ആ ജാതിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ഓലെ എങ്ങനെ അപ്പം ജീവിക്കുന്നത്? അറബി കവി പറഞ്ഞ വാക്ക് കേട്ട് നിങ്ങൾ നഹാറൂക ബത്താലുൻ വലൈലൂക നായിമു വഐശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി. നഹാറൂക നിന്നെ ഞാൻ പകലിൽ ശ്രദ്ധിച്ചു, അപ്പോഴെന്താ നീ ചെയ്യുന്നത്? ബത്താലുൻ വെട്ടി മുണുങ്ങുകയാണ്, വെട്ടി മുണുങ്ങുന്നുണ്ട് ഇങ്ങനെ അല്ലേ. പെണ്ണുങ്ങൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ എന്നിട്ട് മുണുങ്ങുക. അപ്പം നോക്കുമ്പം പകലിൽ നോക്കുമ്പോൾ വെട്ടി മുണുങ്ങുന്നു. വലൈലൂക നായിമു രാത്രിയിൽ ഞാൻ തന്നെ നോക്കുമ്പോഴോ സുഖമായി ഉറങ്ങുകയാണ്. വഐശൂക യാ മിസ്കീൻ ഐശുൽ ബഹായിമി. സാധുവായ മനുഷ്യ, നിന്റെ ജീവിതം തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന കാലിയേക്കാൾ അപകടം പിടിച്ചതാണ്. ആ കാലി ചിലപ്പോഴെങ്കിലും ഉണന്നിങ്ങനെ കുത്തുണ്ട് ബബിളുക്കം തിന്നത് രണ്ടാമതും അയവർക്ക് കാണാം അല്ലേ. നമ്മളെ പെണ്ണുങ്ങളോ തിന്നുക ഒറ്റ കെടുത്തം, എന്നിട്ട് ഇങ്ങനെ ആരെയും വന്ന് വിളിക്കുമ്പോൾ ചോര അവിടെ വളമ്പി വെച്ച് നിങ്ങൾ തിന്നോളി, തല പൊന്തിക്കൂല. അവനുണ്ടാ ഇതിലുണ്ടാവുക ജാതിയൊക്കെ. അതൊക്കെ ഐശുൽ ബഹായിമി, നാക്കാലികളുടെ ജീവിതമാണ്. ഭർത്താക്കന്മാർ വന്നാൽ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് അയാളെ കൂടെ ഇരുന്ന് ഇത് തിന്നോളി, അത് തിന്നോളി, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം മൂപ്പര് ഇത് ഇടാപ്പോൾ ടേസ്റ്റുകൾ ഞാൻ വിചാരിച്ചു ടേസ്റ്റ് ഇല്ലല്ലേ, എന്നാലും വേണ്ടിയില്ല ഒന്ന് തൊട്ട് കൂട്ടിയാൽ ഞാൻ ഉണ്ടാക്കിയതല്ല മുത്തേന്നൊക്കെ പറഞ്ഞാൽ ചിരിച്ചോളുക. അങ്ങനെ ചിരിക്കല്ല. അല്ലാണ്ട് നിങ്ങളെങ്ങനെ അറിയോ? അതിന് നിങ്ങൾക്ക് എന്തുണ്ടാക്കിയാലാ കുറ്റമല്ലാത്തത്? വെറും കുറ്റം 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 കുറ്റം. നിങ്ങൾ നേരാവില്ല, ഞാനും നിങ്ങളായിട്ട് നേരാവില്ല. ഞാൻ പോയി കിടക്കുക. അങ്ങനെ ആയാലോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് ഇല്ലേ? ഇതൊന്നും നിങ്ങളടുത്തുള്ളതല്ല കേട്ടോ, അതൊക്കെ പുറത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പോരെ,
ഞാൻ പറയുന്നു നിങ്ങളാണ് ഇങ്ങനത്തെ. അധിക പെണ്ണുങ്ങളും, ചില പെണ്ണുങ്ങളുണ്ട് അതിന് പകരം ഇങ്ങനെ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സും കൂട്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലേ. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഒരു പൊടി കുഴക്കുകയാണെങ്കിൽ ഇത് മതി കുഴച്ചതെന്നല്ല, നല്ലോണം കുഴച്ചിട്ട് ഇത് മൂപ്പർക്ക് ഇഷ്ടപ്പെടട്ടെ അങ്ങനെ കുഴക്കും അല്ലേ. ഓളം മനസ്സും കൂട്ടി കുഴക്കും അല്ലേ. നേരെ മറിച്ച് ചില പെണ്ണുങ്ങൾ ഒരു അതൊക്കെ മതി, അതൊക്കെ അയാൾ നിന്നോളും, അതിന് ചുട്ടാലോ നിങ്ങളോട് പറയാൻ കട്ടിൽ പോലെ നിൽക്കും പത്തിരി. എന്നാലെന്താ പറയാ, അതിനും കുറ്റം എന്താ പറയാ, ഗ്യാസ് പാളി. അല്ലെ നിങ്ങളോട് ഞാൻ എത്രയായി പറഞ്ഞൊരു സാധനം വാങ്ങാൻ പത്തിരി ചുടാനുള്ള, അത് നിങ്ങൾ ഇതുവരെ വാങ്ങിയില്ലോ, ഇത് ചുട്ട അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് ചുട്ടല്ല കാരണം എൻ്റെ മനസ്സ് കൂട്ടാണ്ട കുഴച്ചതാ. മുമ്പൊക്കെ നമ്മളെ മക്കൾ പറയല്ലേ, എൻ്റെ ഉമ്മ ഒരു ചമ്മന്തി ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു, എന്തൊരു ടേസ്റ്റ് ഞാൻ ചോറ് തിന്നാൻ. എന്താ കാരണം അറിയോ, ഉമ്മ അമ്മിമ്മലും ഉമ്മൻ്റെ നെഞ്ഞും കൂട്ടി അരച്ചതാ. എൻ്റെ കുട്ടി തിന്നട്ടെ, എൻ്റെ ഭർത്താവ് തിന്നട്ടെ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ എൻ്റെ മോള് തിന്നട്ടെ, ഓള് സ്കൂളിട്ട് വരുമ്പോൾ വേറെ ഒരു കറിയില്ല, ചമ്മന്തി തന്നെ ഉള്ളൂ, അതിൻ്റെ നെഞ്ഞും കൂടി കൂട്ടി അരച്ചിട്ടാണ് അവിടെ വെച്ചത്. നമ്മളിതിപ്പോൾ അങ്ങനെ നമ്മൾ ചമ്മന്തിയുടെ ഒരു മിക്സിയിൽ കണ്ടിട്ട് ബട്ടൺ അമർത്തിന്ന് എന്നിട്ട് മേലോട്ട് നോക്കുക, അത് പിന്നെ ഇതിൻ്റെ ഒച്ച വെക്കുമല്ലോ കടകടകടാന്ന്, ബാക്കിയൊക്കെ അരഞ്ഞതിന് ശേഷമല്ലേ കഴിഞ്ഞ നാളെ ആക്കിയ അത് കൈകൊണ്ട് തൊടൂല, അതിനൊരു സാധനം ഉണ്ട് തൊടുക്കാറുള്ള. കൈകൊണ്ട് സാധനം തൊടുമ്പോഴല്ലേ വൃത്തിയാകുക. എന്നിട്ട് അതിനൊരു കോലുണ്ട്, ആ കോലോട്ട് ആണ്ടി പിടിച്ച് മാന്തി പിടിച്ച് നമ്മളെ ഈ ഇളന്നി തോണ്ടിയെടുക്കുമ്പോൾ തോണ്ടിയെടുത്ത് പിന്നാക്കിയതാ, അത് നല്ലോണം മർമ്മത്ത് തേച്ചോളി. ബിവരറിയും നല്ല എരുണ്ട്, കാന്താരി മുളകോട്ട് തേച്ചതാ, മർമ്മത്ത് തേച്ച് കൊടുക്കി. നിങ്ങൾക്ക് അതെന്താ പറയുക, അപ്പോൾ അറിയോ, നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് തിന്നേ നാവ് തടി വെച്ചീര്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടുത്തെ ഇഷ്ടമില്ലാത്തത്, അതുകൊണ്ട് അത് മർമ്മത്ത് തേച്ചോളാൻ പറഞ്ഞത്. എന്നിട്ട് ഓളോടെ പോയി കൊടുക്കും, ഒന്നും പാടില്ല കേട്ടോ. അപ്പം എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് യൗവനം, നമ്മൾ നല്ല യൗവനമുള്ള സമയത്ത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലല്ല ജീവിക്കേണ്ടത്, മറിച്ച് അറബി കവി പറയുന്നു, തസവ്വദ് മിനത്തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. എന്താ പറഞ്ഞത്, തസവ്വദ് മിനത്തഖ്വാ, തഖ്വ വർദ്ധിപ്പിക്കണം. തഖ്വ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കാലം യൗവനാണ്. വാർദ്ധക്യത്തിൽ തഖ്വ വർദ്ധിക്കാൻ കഴിയില്ല. കാരണം പ്രാർത്ഥിക്കാൻ സുജൂദ് പോകാൻ കഴിയില്ല, റുക്കുവിലേക്ക് വരാൻ കഴിയില്ല, ഇഴ്തിദാൽ ചെയ്യാൻ കഴിയൂല. കഴിയോ, മുട്ടും കാല് വേദനയാണ്, അപ്പോൾ ഒരു കസാല ഇട്ടിട്ട് ഇങ്ങനെ കുത്തിട്ട്. ഞാൻ കളിയാക്കല്ലോ കേട്ടോ. ഈ നല്ല കാലത്തോ അള്ളാഹിനോട് അടുത്തിട്ടില്ല ഉണ്ടോ, ഇല്ല. വയസ്സായപ്പോഴോ പഠിച്ചോനെ പോകാനായി, ഇനി എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, എവിടുന്നുണ്ടാകാനാ, ഇത് ഉണ്ടാകല്ല, ഇതാ സാധു പേടിച്ചിട്ട് ചെയ്യുക കേട്ടോ. തസവ്വദ് മിനത്തഖ്വാ ഫഇന്നക ലാ തദ്രി, നീ അറിയില്ല കുട്ടാ. എന്ത് കുട്ടിയെ, കുട്ടനാന്ന് വിളിച്ചാൽ പാണായിരിക്കണ്ട, ഉണ്ടും കുട്ടൻ്റെ മോനസാണ് കുട്ടി കേട്ടോ. അപ്പം ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്ർ, രാത്രി ഇരുണ്ടാൽ നേരം വെളുക്കുമ്പോൾ നീ ഉണ്ടാകുമോ എന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് നിന്റെ യൗവനത്തിൽ തന്നെ നീ അള്ളാഹുമായി അടുക്കണം കേട്ടോ. അടുക്കേണ്ടത് അള്ളാഹിനോടാണ്. അള്ളാഹിനോട് അടുക്കേണ്ടത് എപ്പോഴും തഖ്വയോട് ജീവിക്കണം കേട്ടോ. അപ്പം നമ്മൾ നിദ്രയിലും നിഷ്ക്രിയത്തിലും സമയം കൊല്ലാൻ പാടില്ലെന്നർത്ഥം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് ലേശ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളാണ്. വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പം പറഞ്ഞൊക്കെ ഇഷ്ടമാണ്, എന്നാലും ഇഷ്ടമല്ല, ഇഷ്ടമാണ്, രണ്ടും കൂടിയാണ്. അങ്ങനെയാണ് ഇത് ഇഷ്ടമായി മാറിയത്. ഇപ്പം ചിലർ അറിയില്ല, നിങ്ങൾ ഇഷ്ടമായോ, ഇഷ്ടമായി അങ്ങനെ പറയാം. ഇതാണ് ഇഷ്ടവും ഇഷ്ടമില്ലാണ്ടാവുമ്പോഴാണ് ഇഷ്ടമായി എന്നറിയാം. കണ്ണൂർ ജില്ലക്കാർ ഇഷ്ടമായാന്ന് വായിക്കുക അല്ലേ. അപ്പോൾ കുറച്ച് കാര്യം ഇനിയിപ്പം നമ്മളുടെ ഈ ഒഴിവ് സമയം, നമ്മളുടെ യുവാക്കൾ ഓലെ ഒഴിവ് സമയം തഖ്വയൊന്നും യാതൊരു ബന്ധവുമില്ല. ഓല് പുറലേക്ക് വരുമ്പോൾ തഖ്വയുള്ള ആളമായി നിങ്ങളെ മുമ്പ് കാണിക്കും, നിങ്ങളെ മുമ്പിൽ ഓല് നിസ്കരിക്കും, നിങ്ങളെ മുമ്പിൽ ഓല് നല്ല കാര്യം പറയും, ഓൾക്ക് ഖുർആനുണ്ട്, ആയത്തുണ്ട്. ഓല് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇൻ്റർനെറ്റിലെ അനാശാസ്യത്തിൻ്റെ കുതിരയോട്ടത്തിലാണ്. ഇൻ്റർനെറ്റിൽ മുഴുവനും ചെന്നാൽ കാണുന്ന അനാശാസ്യത്തിൻ്റെ കുതിരയോട്ടത്തിലാണ് യുവാക്കളുടെ ഒഴിവ് സമയം അവർ ഉപയോഗിക്കുന്നത്. യുവതികളോ അതിൻ്റെ പ്രലോഭനത്തിൻ്റെ മായാവലയത്തിൽ. പെൺകുട്ടികൾ മുഴുവനും, അധിക പെൺകുട്ടികളും ഇതിൻ്റെ പ്രലോഭനത്തിലാണ്. യൗവനത്തിന് ഇതൊന്നും അറിയില്ല. അപകടം വന്ന് സൈറം വിളിക്കുന്നതൊന്നും അറിയില്ല. അപകടം പറ്റിയതിന് ശേഷം നിലവിളിച്ചിട്ട് കാര്യമുണ്ടാവില്ല. എല്ലാവരുടെ പുരയിലും ഇൻ്റർനെറ്റ് ഉണ്ട്. എല്ലാ പുരയിൽ ഇല്ലാത്തോലും മുഴുവൻ കഫേയിൽ പോകുന്നവരാണ്. കഫേയിൽ ചെന്ന് നിങ്ങൾ ഏത് സെക്ഷനിലാണ് പോയതെന്ന് ഒരു പെൺകുട്ടി പോയതെന്ന് കഫൻ്റെ ഉടമസ്ഥനോട് പോയ ഉടനെ തന്നെ ചെക്ക് ചെയ്യും.
ചെക്ക് ചെയ്താൽ പോയ സ്ഥലം മനസ്സിലായി. അപ്പോൾ ആ കുട്ടിയെ തലക്കാരിയാന്ന് മനസ്സിലായി. അപ്പോൾ ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ആ കുട്ടീനെ ഏകദേശം ഒരു ബൈക്കാക്കിയാണ് തീർക്കും. അതായത് നന്മ എന്ന് പറഞ്ഞ സാധനം പിന്നെ ആ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം ഒരു പെണ്ണ് കേട് വന്നാൽ നായിക്കാട്ടം വയ്യിലിക്കണം, അത്ര കേട് വരും പെണ്ണ്. ഏറ്റവും കൂടുതൽ ഒഴിവ് സമയം അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മോഹവലയങ്ങളാണ്. പലപ്പോഴും പല പുരുഷന്മാരും യുവതികളായ കുട്ടികളെ പുഷ്പവിമാനത്തിൽ കയറ്റും. അങ്ങനെ ഒരു വിമാനമില്ല കേട്ടോ. പുഷ്പവിമാനത്തിൽ കയറ്റും. എന്നിട്ട് കാർക്കൂന്തൽ കെട്ടിനെന്തിന് വാസന തൈലം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇന്നൊരു വാസനയാണ്, എൻ്റെ അടുത്ത് പോകണം, എൻ്റെ വാസന സഹിച്ചുവിടാൻ വയ്യ കേട്ടോ. സമ്മതിക്കുമോ? അപ്പോൾ പല ജാതി പാട്ടുണ്ട് കുട്ടികൾക്ക് അല്ലേ. അപ്പം ആ നിലക്കുള്ള നേരെ മറിച്ച് ഒരു പെണ്ണ് മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തിനാ ഇതിലൊക്കെ പോകേണ്ട ആവശ്യം. ചില മൊബൈലിലൊക്കെ പല ജാതി സാധനങ്ങളുണ്ടാവും. അതിലൊന്നും പോകേണ്ട ആവശ്യം ഒരു പെൺകുട്ടി സംബന്ധിച്ചോളില്ല. അങ്ങനത്തെ ഫോണും ആവശ്യമില്ല. സാധാരണ എടുക്കുക വെക്കുക, അതിനുള്ളൊരു ഫോൺ മതി പെണ്ണുങ്ങൾക്ക് പോരെ. പക്ഷേ എല്ലാ പെണ്ണുങ്ങളെ കയ്യിലും ബ്ലൂടൂത്ത് മറ്റേ എല്ലാ ഊത്തും അറിയും ചെയ്യപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക്. ഇത് അതിൻ്റെ എല്ലാ ബ്ലൂടൂത്ത് ഉപയോഗിച്ചത് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ അതെന്നെ ഒഴിവ് സമയത്ത് പണിയേ അടിച്ചു വെക്കലാ പണി. എപ്പം മോളെ വിളിച്ചാലും ഉമ്മ വിളിച്ചാലും ഇതിന്മ കളിക്കായിരിക്കും. അപ്പോൾ ഓക്ക് കുട്ടികളുള്ളത് ഓർമ്മയില്ല, ഓക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ കൊടുക്കാൻ ഓർമ്മ, കുളിച്ചിക്കണോന്ന് വരെ ഓർമ്മയില്ല. അത് ഇതിമ അങ്ങനെ കളിച്ച് നെറ്റിൻ്റെ മുകളിൽ കുത്തുന്നു. ഇതിൻ്റെ കൂടെയുള്ള താറാറോ വേഗം പോയി കിട്ടും കണ്ണ് കേട്ടാ. കണ്ണ് പോയി കിട്ടിയാൽ ഓക്കൊരു ഭർത്താവുണ്ടല്ലോ, വല്ലാണ്ട കൊണ്ടു നടക്കൊന്നുമില്ല, കൊണ്ടു നടക്കാൻ കഴിയൂല. ഈ സാധനങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കും കേട്ടോ. കണ്ണാദ്യം പോവും, ഇരുന്ന് ഊരിയും പോവും. എത്ര മണിക്കൂറാ കുത്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ നശിച്ചൊരു വർഗം നമ്മുടെ കൂടെയുണ്ട്. അവർ ശ്രദ്ധിക്കുക, അവരുടെ ഒഴിവ് സമയം അവർ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യങ്ങളിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും ഈ ദുർവൃത്തികളൊക്കെ ചെയ്യുമ്പോഴും നമുക്കുള്ള ഒരു കഫൻ തുണി, നമ്മളുടെ മയ്യത്ത് പൊടിയാനുള്ളൊരു തുണി ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു തുണിഷാപ്പിൽ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കുള്ള തുണി ഇപ്പോൾ മരിച്ചതിന് ശേഷം വാങ്ങാൻ പോകാൻ അവിടെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഏതൊരു ഫാക്ടറിയിൽ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാളുന്നുണ്ട്. അതാണ് അറബി കവി പറയുന്നത്, കമിൻ ഫതൻ യംശി വയസ്ബിഹു ആമിന വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര യുവാക്കളാണ്, യുവതികളാണ് അലോസരമായി ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നത്. അവരുടെ മയ്യത്ത് പൊതിയാനുള്ള തുണി ഏതോ ഒരു ഫാക്ടറിയിൽ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കഥ വഹുവ ലാ യദ്രി, അവൻ അറിയുന്നില്ല. കമിൻ ഫതൻ, എത്ര യുവാക്കളാണ് യംശി വയുസ്ബിഹു ആമിന, നിർഭയമായി അലക്ഷ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ. അറബി അറിയുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ ഈ പറയുന്ന അർത്ഥം കമിൻ ഫതൻ യംശി വയുസ്ബിഹു ആമിന വഖദ് നുസിജത്ത്, ദാ നെയ്യപ്പെട്ടിട്ടുണ്ട്, നെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്ഫാനുഹു, അവന്റെ കഫൻ തുണി, വഹുവ ലാ യദ്രി, അതവൻ അറിയുന്നില്ല. അപ്പൊ പോകാനുള്ള തുണി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആളുകൾ ഇന്റർനെറ്റിന്റെ പിന്നിൽ നടക്കുന്ന പ്രലോഭനങ്ങളുടെ മായാവലയത്തിൽ കുടുങ്ങി നടക്കുന്ന പെണ്ണുംകുട്ടികൾ അറിയുന്നില്ല അവരുടെ മയ്യത്ത് പൊതിയാനുള്ള തുണി. കാരണം നിങ്ങൾക്കറിയുമോ, ഇപ്പോ കഴിഞ്ഞ ദിവസം കള്ള് കുടിക്കുന്നതിന് മുമ്പ് വരെ ജീവൻ ഉണ്ടായിരുന്നു അല്ലേ. കള്ള് കുടിച്ചെന്നുള്ള തെറ്റ് വേറെ, അതിന്റെ മുമ്പ് വരെ ജീവൻ ഉണ്ടായിരുന്നു. അവര് ഒഴിവ് സമയവും പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുടിച്ചങ്ങോട്ട് ശരിയായി കൊടുത്ത് അല്ലേ. മലപ്പുറം ജില്ല തന്നെ തെരഞ്ഞു കൊടുത്ത് കേട്ടോ. മലപ്പുറം ജില്ലക്ക് ഇന്നലെ അതുകൊണ്ട് ഈ ഇടകറുണ്ടായില്ല, ഇതിന്റെ ബന്ദിന്റെ അല്ലേ. തൊഴിലിന്റെ പ്രശ്നം അവർക്കുണ്ടായില്ല. ആയിക്കോട്ടെ, ഓല് മരിച്ചിട്ട് ഒരു ദിവസം വേണം, നമുക്ക് വേണ്ട. ഓല് കള്ളുടിയന്മാരായിരുന്നാലും മനുഷ്യന്മാരല്ലേ. കള്ളുടിയന്മാരെ നമ്മൾ സ്നേഹിക്കല്ല എങ്കിൽ പോലും മദ്യപാനികളായ ആളുകൾ, യുവാക്കൾ മദ്യപാനം ഇഷ്ടം പോലെയാണ്. അതിപ്പോൾ ഐറ്റുകൾ ഇത് കുടിച്ചോണ്ടാണ്. കുടിക്കാത്ത ആളുകൾ ഇവിടെ മറ്റേ കുടിക്കുന്ന ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഓലിങ്ങനെ കുടിക്കുന്നത് കല്യാണത്തിന് അന്ന് ഇളയച്ചനും മൂത്തച്ഛനും ഒക്കെ കുടിക്കുക, വെള്ളി ശനി ഞായർ അടുപ്പിച്ച് കുടി. അങ്ങനെയുള്ള ഇളയച്ചനും മൂത്തച്ഛനും ഇല്ലാഞ്ഞ വലിയ രോഗി ഉണ്ടാവില്ല. ഭാര്യൻ്റെ ഏട്ടനെ കെട്ടിയവനും ഭാര്യൻ്റെ അഞ്ചത്തിനെ കെട്ടിയവനും ധാർമ്മികമായുള്ള ലോക്യം വിട്ടാൽ പിന്നെ അടുത്ത ലോക്യം കള്ളുടിയിലുള്ളവരുടെ രണ്ടാളും കുടിക്കും. ഫരേക്കത്തുണ്ട്. നമുക്കൊന്ന് കൂടണ്ടാളിയാ വേണം മളിയാ അളിയാളിയാ. കാട്ടിലൊരു കാട്ടാന, ഞാൻ എന്ത് കാട്ടാനാക്കില്ലേ, അതുപോലത്തെ രണ്ട് അളിയന്മാർ കൂടും. രണ്ട് കാട്ടാന പോലത്തെ ആദ്യം. ഇതൊക്കെ ഇപ്പം എല്ലാവരും പറയലുണ്ട്. ചിലവരൊക്കെ ഓർക്ക് ഈ രണ്ട് അളിയന്മാർക്കും ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കുന്ന പെണ്ണുങ്ങൾ ഇതിൽ ഉണ്ടാവും ചെയ്യും. അല്ല, അത് ഇയാളെങ്ങനെ അറിഞ്ഞി? ഞാൻ അറിഞ്ഞത് നമ്മളറിയൂ. നമ്മൾ മെയിനായിട്ട് അറിയുന്ന ആൾക്കാരാ. അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുത്തോണ്ടാവും ഇതിൽ അല്ലേ.
കുടിയന്മാരായ ഭർത്താക്കന്മാർക്ക് ക്ലാസ് കൊണ്ടുപോയി കൊടുത്തില്ലേ, ഓല കൂടെ ജീവിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ് പഠിച്ചവനെന്ന് പറയാൻ പറ്റുമോ? ഒഴിഞ്ഞങ്ങോട്ട് പോണം കേട്ടോ. അപ്പം നിങ്ങൾ പറയും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആർക്കാ വിയാപ്പ ഉണ്ടാകുക ആ അവസ്ഥയിലപ്പം ഉള്ളത്. സത്യ അല്ലേ അല്ലേ അല്ല, ആ അവസ്ഥയിലപ്പം ഉള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അശ്ലീലവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷ. ഒരു സത്യവിശ്വാസി ഒരിക്കലും അശ്ലീലം പ്രവർത്തിക്കുന്നവനോ, അശ്ലീലത്തിന് വേണ്ടി ഓടി നടക്കുന്നവനോ, അശ്ലീലം ശ്രദ്ധിക്കുന്നവനോ, അശ്ലീലത്തിന്റെ പ്രചാരകനോ പ്രവർത്തകനോ ആവുകയില്ല. വലാ ലഖായ ഫിൽ അസ്വാഖ്. അങ്ങാടികളിൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളുകളും വിശ്വാസികളല്ല. ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട്, ആണും പെണ്ണും ഉണ്ട്, പെരുന്നാരാവിൻ്റെ അന്നാന്നും പറഞ്ഞിട്ട് ഒരൊറ്റ പോക്ക ബീച്ചിൽ മുഴുവൻ ഓല. എന്നെന്താ പറയുക, ഒന്നും ചെയ്യാൻ പാടില്ല. ഈ കണ്ട് കാണപ്പെട്ട ആണും പെണ്ണും ഞരങ്ങിനോടുത്ത് നമുക്ക് എന്തിനാ പോകേണ്ട ആവശ്യം അവിടെ? അല്ലെങ്കിൽ